السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഈ ബാംഗ്ലൂർ പ്രദേശത്ത് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി സ്വദേശം വിട്ട് ഇവിടെ എത്തിയ, ദീർഘകാലമായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള മഹത്തായ ഈ ഫാമിലി കോൺഫറൻസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അതിൻ്റെ സമാപനത്തിൽ എത്തി നിൽക്കുകയാണ്. അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഭാഷകന്മാർ വളരെ കൃത്യമായി തന്നെ നിങ്ങളെ തെര്യപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് എൻ്റെ സംസാരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും ഈ ബാംഗ്ലൂരിൽ പ്രവാസികളായതുപോലെ ലോകത്ത് തന്നെയും ഈ ഭൂമിയിൽ തന്നെയും നമ്മൾ പ്രവാസികളാണ്. നമുക്ക് തിരിച്ചു പോകുവാനുള്ളത് മരണാനന്തരം വിചാരണയുടെ ലോകത്തേക്കാണ്. അവിടെ രക്ഷപ്പെടലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ പരാജയപ്പെടരുതേ എന്നതാണ് നമ്മുടെ പ്രാധാന്യപൂർവമുള്ള നിരന്തരമായ പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജനനം നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കിയാലും ഇതിലൊന്നും നമ്മുടേതായ ഒരു തീരുമാനത്തിന് യാതൊരു പങ്കും ഇല്ല. നമ്മൾ എവിടെ ജനിക്കണം, ഏത് പ്രദേശത്ത് ജനിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി അത് തീരുമാനിച്ച അള്ളാഹു അവൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത്. നമ്മുടെ ജനനം അങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എന്താ നിന്റെ കളറാവേണ്ടത്, നിന്റെ മോഡൽ എങ്ങനെയാവണം, നീ എവിടെ ജനിക്കണം എന്നൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരിടത്ത് നമ്മൾ ജനിച്ചു വീണു. നമ്മളോട് ഒരു മുശാവറയും നടത്തിയിട്ടില്ല. അവൻ്റെ തീരുമാനം എന്താണോ അത് നടന്നു. ഇത് നമ്മൾ മരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളോട് ആരോടും ഒരു മുശാവറയും അല്ലാഹു ചോദിക്കില്ല. എവിടെ വെച്ചാ നിനക്ക് മരിക്കേണ്ടത്, എവിടെയാ നിന്റെ ഖബറൊരുങ്ങേണ്ടത്, ആരുടെ മുമ്പിൽ വെച്ച് ആരുടെ ഇടയിൽ വെച്ചാ നീ മരിക്കേണ്ടത്, നമ്മളോട് ചോദിക്കൂല. അള്ളാഹു നിശ്ചയിക്കുന്ന സമയം സെക്കൻഡ് എത്തുമ്പോൾ റബ്ബിൻ്റെ മലായിക്കത്ത് വന്നുകൊണ്ട് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ദൂതന്മാർ വന്ന് നമ്മളെ മരിപ്പിക്കും. നമ്മുടെ യാതൊരു തീരുമാനങ്ങൾക്കും അതിൽ ഒരു പങ്കുമില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മുടെ തുടക്കം, നമ്മുടെ ജനനം, സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഒടുക്കം, നമ്മുടെ മരണം.
ഇത് രണ്ടിലും നമ്മുടെ തീരുമാനത്തിനും ഇഷ്ടത്തിനും ഒരു സ്വാധീനവും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇത് രണ്ടിൻ്റെയും ഇടക്കുള്ള ഒരു ജീവിതത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും ഇടക്കുള്ള ജീവിതമാകുന്ന ഇഹലോകം ദുന്യാവിലാണ് നമ്മളുള്ളത്. ദുന്യാവിൻ്റെ കാര്യത്തെ സംബന്ധിച്ചു പറയുമ്പോൾ മാത്രം അത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നോക്കിക്കൊള്ളാം, അതിൽ ആരും കൈകടത്തേണ്ടതില്ല, അതെൻ്റെ തീരുമാനപ്രകാരം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, അതിൽ എന്നെ ആരും നിയന്ത്രിക്കാൻ വരണ്ട, അതിൽ മതങ്ങൾ ഇടപെടണ്ട, അതിൽ ആരുടെയും ആയത്തും ഹദീസും എനിക്ക് കേൾക്കണ്ട, ആരും എന്നെ ഉപദേശിക്കാനും വരേണ്ട, അത്യാവശ്യ അറിവും കാര്യവും തൻ്റെ ഇടവും വിവേകവും ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മഹാസംഭവമായി ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ആരും അങ്ങനെ ഇടപെടൊന്നും വേണ്ട. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം, ഞാൻ തീരുമാനിക്കും എൻ്റെ ലൈഫ്. അങ്ങനെ ഒരു തീരുമാനം പറയാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ തുടക്കത്തിൽ അങ്ങനെ കഴിയണ്ടേ? ജനിച്ചപ്പോൾ അങ്ങനെ കഴിഞ്ഞോ? ഇല്ല. ഇനി മരിക്കുമ്പോൾ കഴിയുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ജീവിതം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കേണ്ടതും ആരാണ്? എൻ്റെയും നിങ്ങളുടെയും തുടക്കം ആരാണോ തീരുമാനിച്ചത് അവൻ തന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒടുക്കം ആരാണോ തീരുമാനിച്ചത് അവൻ തന്നെയാണ്. ഈ തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും ഇടക്കുള്ള ഈ ജീവിതകാലം ആ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, ആ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് അവൻ കൃത്യമായി എനിക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ള ഹുദ, ആ സന്മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാലേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അതല്ല എൻ്റെ ഇഷ്ടമാണ് വലുതെന്ന് പറഞ്ഞാൽ കത്തിയാളുന്ന നരകമാണ് മരണാനന്തരം കാത്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഈ ലോകത്തേക്ക് നിയുക്തരായ ആദ്യത്തെ മനുഷ്യര് നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരോട് പറഞ്ഞതെന്താണത്? മനുഷ്യരോട് മുഴുവനുമുള്ള പറയലാണ്. റഹ്മാനായ റബ്ബ് കൃത്യമായി തന്നെ സൂറത്തു ത്വാഹ 123, 124, 125, 126 ആയത്തുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളില്ലെന്ന്, നിങ്ങൾക്ക് എന്നില്ലെന്ന്, നിങ്ങൾക്ക് എന്നില്ലെന്നുള്ള മാർഗദർശനങ്ങൾ വന്നു കിട്ടുമ്പോൾ ആര് എന്റെ സന്മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ ഫലാ യദില്ലു വലാ യഷ്ഖാ, ആ മനുഷ്യൻ, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ വഴിപിഴക്കൂല, അവൻ ദൗർഭാഗ്യവാനാകൂല, അവന് സൗഭാഗ്യമാണ് ലഭിക്കുക. അതേ അവസരത്തിൽ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടങ്ങളെ പരിഗണിക്കാതെ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാനാണോ സഹോദര സഹോദരി നമ്മുടെ തീരുമാനമെങ്കിൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഞാൻ ചുരുക്കി പറയുകയാണ്, ഓ സഹോദരന്മാരെ, അള്ളാഹു നിശ്ചയിച്ച ആ സന്മാർഗത്തെ പിൻപറ്റിയാ നമ്മൾ രക്ഷപ്പെടും. നേരെ മറിച്ച് റഹ്മാനായ റബ്ബിന്റെ തീരുമാനത്തിന്, അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി തോന്നിവാസികളായി കൊണ്ട് ജീവിക്കുവാനാണോ ആരെങ്കിലും വിചാരിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം വളരെ കുടുസായിരിക്കും. ഖബറിൽ അവന്റെ ജീവിതം വളരെ മോശമായിരിക്കും. പരലോകത്തവൻ എത്തുമ്പോൾ കണ്ണ് കാണാതെ തപ്പിത്തടഞ്ഞ് ഇരുട്ടത്താണ് അവന്റെ രംഗപ്രവേശം അവിടെ വരുന്നത്. ആ സമയത്ത് ഇവിടെ ദുന്യാവിൽ വലിയ അഹങ്കാരം, സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ, ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ, ബിസിനസിന്റെയും സമ്പത്തിന്റെയും പേരിലൊക്കെ അഹങ്കരിച്ചവർ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ, അവരൊക്കെ അവിടെ ഇങ്ങനെ ഒന്നുമല്ലാതെ കണ്ണുപൊട്ടന്മാരായി തപ്പിത്തടഞ്ഞ് നരകത്തിയിലേക്കുള്ള യാത്രയങ്ങനെ പോകുമ്പോ അവർ ചോദിക്കുകയാണ് റബ്ബിനോട്, റബ്ബി, എന്റെ രക്ഷിതാവേ, ലിമ ഹശർതനി അഅമാ,
നീ എന്തേ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, കദാലിക, പ്രകാരം തന്നെയാണടോ നിന്നോടുള്ള സമീപനം ഇനിയുള്ളത്. എന്തേ കാരണം? അത്തത്ക ആയാതുനാ, നീ ലോകത്ത് ജീവിക്കുമ്പോ നമ്മുടെ ആയത്തുകൾ നിന്നെ ഓതി കേൾപ്പിച്ചില്ലേ? ഹദീസുകൾ നീ കേട്ടില്ലേ, പഠിച്ചില്ലേ, മനസ്സിലാക്കിയില്ലേ? എന്നിട്ട് ഫനസീതഹാ, നീ അതൊന്നും കേൾക്കാത്തവരെ പോലെ, അതൊക്കെ ചിലരുടെ തൊഴിലാണ്, അവരങ്ങനെ പ്രസംഗിക്കും, വഅ്ള് പറയും എന്നുള്ളതല്ലാതെ അതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട, അതൊന്നും ഞങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുന്യാവിൽ താന്തോന്നികളായി തോന്നിവാസികളായി ജീവിച്ച് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിലൂടെ എൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് നീ മുന്നോട്ട് പോയില്ലേ? എൻ്റെ നിയമങ്ങളെ നീ മറന്നു കളഞ്ഞില്ലേ? അപ്രകാരം ഇതാ നിന്റെ കാര്യം ഇന്ന് ഞാനും മറക്കുകയാണ്. നിനക്കിവിടെ ഒരു രൂപത്തിലുള്ള സഹായവും നിനക്ക് ലഭിക്കാനില്ല. അത് കേട്ട് പൊട്ടിക്കരഞ്ഞ് ആർത്തട്ടഹസിച്ചുകൊണ്ട് നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളാണെന്ന് അല്ലാഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ആയത്തിന്റെ തുടക്കം നോക്കൂ നിങ്ങൾ. വമൻ അഅറദ അൻ ദിക്രി, റഹ്മാനായ റബ്ബ് നമുക്ക് അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സന്മാർഗത്തിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ് അതിനെ അവഗണിച്ച് കളഞ്ഞ് തോന്നിവാസികളായി ജീവിച്ച ആളുകൾക്ക് വരാനുള്ള കാര്യമാണ് അല്ലാഹു പറയുന്നതെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഇതൊന്നും കേട്ടുകേൾവിയല്ല. എന്റെയും നിങ്ങളുടെയും ഷെൽഫുകളിൽ ഭദ്രമായിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളില്ലേ, ഒന്ന് മനസ്സും കൽബും കണ്ണും കാതുമൊക്കെ തുറന്നു വെച്ചിട്ട് ഈ വചനങ്ങളൊന്ന് ഓതിയാൽ കണ്ണുനീര് ആ പേജുകളിലേക്ക് ഈറ്റി വീണുകൊണ്ടല്ലാതെ ആ ഓത്ത് അവസാനിപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമാകുമോ? ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഇതല്ലാത്ത കുറുക്കു വഴികളൊന്നുമില്ല. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ, നമ്മുടെ അരുമ സന്താനങ്ങൾ വേണ്ടേ കൂടെ? പ്രിയപ്പെട്ട ഇണ ഭർത്താവ് വേണ്ടേ? ഭാര്യ വേണ്ടേ? പോറ്റി വളർത്തിയ ഉമ്മ വേണ്ടേ? ത്യാഗം സഹിച്ച ഉപ്പ വേണ്ടേ? വല്ലിപ്പ വേണം, വല്യമ്മ വേണം, പേരക്കുട്ടികൾ വേണം, എല്ലാവരും വേണം. ദുന്യാവിൽ ഒരു നല്ല ഭക്ഷണം കിട്ടുമ്പോൾ, ദുന്യാവിൽ ഒരു നല്ല കാഴ്ച കാണുമ്പോൾ നമ്മളൊക്കെ മോഹിക്കാറുണ്ട്, എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ ഉമ്മയും ഉപ്പയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മോഹിക്കുന്നു. ദുന്യാവിലെ സുഖങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ അതേ അവസരത്തിൽ ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സുഖങ്ങളുടെ ലോകമായ സ്വർഗം, ആ സ്വർഗത്തിലെത്തുമ്പോ അവിടെ നമ്മുടെ മക്കൾ വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, ഉമ്മ വേണം, ഉപ്പ വേണം, അതിനെന്ത് വേണം? നമ്മൾ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അതേ ഈമാനിൽ ഒരുമിക്കണം. അതല്ലാത്ത വഴിയില്ല, അതല്ലാതെ വേറെ അതിന് മാർഗങ്ങളൊന്നുമില്ല. സ്വർഗം എന്ന് പറയുന്നത്, ആ സ്വർഗത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളെയും കൂടെ അല്ലാഹു തആല ചേർത്ത് തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ മക്കളും ഈമാനിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് അവർ വരുന്നതെന്ന് സൂറത്തു തൂറിലെ 21-ാമത്തെ സൂക്തം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഈ സൂക്തങ്ങളൊക്കെ തീർന്നിട്ടില്ല സഹോദരന്മാരെ. ജന്നാത്തു അദ്നിൻ സൂറത്തുർ റഅദിൽ അല്ലാഹു പറയുന്നുണ്ട്, ശാശ്വതത്വത്തിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്നു. മുഅ്മിനീങ്ങൾ അതിലേക്ക് കാലെടുത്തു വെക്കുമ്പോ അവരോടൊപ്പം നല്ല ജീവിതം നയിച്ചിട്ടുള്ള ബാപ്പമാരുണ്ട് കൂടെ, ഉമ്മമാരുണ്ട് കൂടെ, ഇണകളുണ്ട് കൂടെ, മക്കളുണ്ട് കൂടെ. എല്ലേ കുടുംബസമേതം അങ്ങ് സ്വർഗത്തിലേക്ക് കയറുമ്പോ മലായികത്തുകൾ അങ്ങനെ കവാടത്തിൽ നിന്നുകൊണ്ട് ആശീർവാദം പറയുകയാണ്. സലാം
സലാം, നിങ്ങൾക്ക് ശാന്തിയുണ്ട്, സമാധാനത്തോടെ കയറിക്കോ. എന്തേ കാരണം? ബിമാ സബർത്തും, നിങ്ങൾ ദുന്യാവിൽ ജീവിച്ചപ്പോൾ വല്ലാതെ സഹിച്ചവരാണ്. നാട്ടുകാരൊക്കെ ഭൂരിപക്ഷവും നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിരുന്നു. നിങ്ങളുടെ വേഷം കണ്ടപ്പോൾ കളിയാക്കിയവരാണ്, നിങ്ങളുടെ ജീവിതത്തെ പരിഹസിച്ചവരാണ്, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞവരാണ്. അപ്പോഴൊക്കെ നിങ്ങൾ അല്ലാഹുവേ, ഞങ്ങൾ ദീനിന് വേണ്ടി എന്തും കേൾക്കാൻ സന്നദ്ധരാണ്, ഞങ്ങൾക്ക് മറ്റെല്ലാവരെക്കാളും വലുത് നിന്റെ സ്വർഗമാണ്, നിന്റെ തൃപ്തിയാണ് എന്ന ആശ്വാസത്തോടുകൂടി ക്ഷമിച്ചവരാണ്. ക്ഷമിച്ചവർക്കേ സ്വർഗം കിട്ടുകയുള്ളൂ, സഹിക്കുന്നവർക്കേ സ്വർഗം കിട്ടുകയുള്ളൂ. കാരണം സ്വർഗത്തിലേക്ക് കുടുംബസമേതമങ്ങ് കയറുമ്പോ മലക്കുകൾ പറയുന്ന വാചകം എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ നോട്ട് ചെയ്ത് വെക്കണേ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇതാ ഇനി ശാന്തിയുടെ ലോകത്താണ് നിങ്ങൾക്കുള്ളത്. കാരണം പറഞ്ഞത് അടിവരയിട്ടുകൊണ്ട് ഖുർആൻ പറയുന്നത് കണ്ടോ, ബിമാ സ്വബർത്തും, നിങ്ങൾ വല്ലാതെ സഹിച്ചവരാണ്. ക്ഷമയില്ലാതെ സ്വർഗത്തിലെത്തൂല. നന്മ ചെയ്യണമെങ്കിൽ ഏറെ ക്ഷമ വേണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അതിലേറെ ക്ഷമ വേണം. അല്ലാഹു ദുന്യാവിൽ നമുക്ക് പരീക്ഷണങ്ങളായി തരുന്ന പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തി കൊണ്ടുകൊണ്ട് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ഈമാനികമായ ദൃഢതയും ഈ എല്ലാ അർത്ഥത്തിലും അതിലെല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷമയുണ്ടെങ്കിൽ അല്ലാതെ സ്വർഗത്തിലേക്ക് കയറാൻ നമുക്ക് കഴിയൂല. എല്ലാവരും നന്നാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെയെങ്കിലും കെയർ ഓഫിൽ രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കൂല. ബാപ്പ നല്ലവനെന്നതുകൊണ്ട് മക്കൾക്ക് രക്ഷയില്ല. മക്കളും ബാപ്പയുടെ ഈമാനിൽ കൂടെയുണ്ടാകണം. അതല്ലെങ്കിൽ നോഹ് നബിയുടെ മോനും സ്വർഗത്തിൽ വരണ്ടേ. കഫറായിട്ടല്ലേ നോഹ് നബിയുടെ മകൻ മുങ്ങി മരിച്ചത്? നോഹ് നബി പിതാവല്ലേ? ബാപ്പ നല്ലവനാണ്, നബിയാണെന്നതുകൊണ്ട് മകന് രക്ഷയുണ്ടോ? ഇനി ഭർത്താവ് നല്ലയാളാണ് ാണെന്നുള്ളത് കൊണ്ട് ഭാര്യമാർക്ക് ആ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നോഹ് നബിയുടെ ഭാര്യ സ്വർഗത്തിൽ വരണ്ടേ? ലൂത്ത് നബിയുടെ ഭാര്യ സ്വർഗത്തിൽ കിടക്കണ്ടേ? അള്ളാ എന്താ പറഞ്ഞത്? അവർ രണ്ടുപേരുടെയും ഭാര്യമാര് നരകത്തിലേക്കാണ് പോവുക എന്നാണ്. ഇനി മകൻ നല്ലവനാണെന്നുള്ളത് കൊണ്ട് ബാപ്പ സ്വർഗത്തിലെത്തുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവല്ലേ ആസർ? നരകത്തിലേക്കല്ലേ വലിച്ചെറിയപ്പെടുക? എന്റെ മോന് നബിയാണെന്ന കെയർ ഓഫിൽ അവിടെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇനി ഭാര്യ നല്ലവളായിരുന്നു എന്നുള്ളത് കൊണ്ട് ഭർത്താവിന് രക്ഷപ്പെടാനാകുമോ? ഞാനാണ് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം, ഞാനാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ ധിക്കാരിയായ ഏകാധിപതിയായ ഫറോവ എന്ന ഭരണാധികാരിയുടെ കിടപ്പറ പങ്കിട്ട ആസിയ ബീവി, അല്ലാഹുവേ, ഉമ്മമാരെ നിങ്ങൾ അങ്ങനെ ഒരു ദുആ ശ്രദ്ധിക്കാറുണ്ടോ? റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്കെന്റെ ഭർത്താവായ ഫറോവയുടെ കൊട്ടാരം വേണ്ട, ദുന്യാവിലെ തോഴിമാര് വേണ്ട, ഇവിടുത്തെ ഭക്ഷണം വേണ്ട, ഇവിടുത്തെ ആടയാഭരണങ്ങൾ വേണ്ട, എനിക്ക് നിന്റെ അടുക്കൽ ഒരു സ്വർഗത്തിൽ ഒരു വീട്. ഖുർആനിലില്ലേ ഉമ്മമാരെ, പെങ്ങളെ, നിങ്ങൾ വായിക്കാറുണ്ടോ ആ സൂക്തങ്ങൾ? അല്ലാഹു കൃത്യമായി പറയാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥന. റബ്ബേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീടാണ് എനിക്ക് വേണ്ടത്. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? ചെറ്റക്കുടിലിൽ വളരുന്ന ഒരു ഉമ്മയല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരി ചമഞ്ഞിട്ടുള്ള ഫറോവയുടെ കൊട്ടാരത്തിലെ രാജ്ഞിയായ ആസിയ ബീവിയാണ് റബ്ബിനോട് ചോദിക്കുന്നത്, റബ്ബേ, എനിക്ക് നിന്റെ അടുക്കലെ സ്വർഗമാണ് വേണ്ടത്, ഈ ഫറോവയുടെ സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ മഹതിയായ ആ ഭാര്യ നല്ലവരായിരുന്നു, അവര് സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഫിർഔനിന് രക്ഷയുണ്ടോ? അപ്പൊ ഇനി ആരുടെ കാര്യമാണ് പറയേണ്ടത്? അതുകൊണ്ട് ഓരോരുത്തരും നന്നായിക്കോ. ആരുടെയെങ്കിലും കെയർ ഓഫിൽ രക്ഷപ്പെടാമെന്ന് ഒരാളും വിചാരിക്കണ്ട. ആര് അവിടെ പരലോകത്ത് വന്നാലും ആരും പേടിക്കേണ്ടതില്ല. ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറയാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇത് ഗൗരവത്തോടുകൂടെ നമ്മളങ്ങ് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ കുടുംബസമേതം പോകണോ? കുടുംബസമേതം നന്മയിൽ ഒന്നിക്കണം. കുടുംബസമേതം എല്ലാവരും നന്മയിലുണ്ടാകണം.
ബാപ്പക്ക് ദീനുണ്ട്, മക്കൾക്കില്ല, മക്കൾക്കുണ്ട്, ബാപ്പക്കില്ല. ഭർത്താവിന് വേണം, ഭാര്യക്കത് വേണ്ട, ഭാര്യക്കുണ്ട്, ഭർത്താവിന് വേണ്ട. ഇങ്ങനെയൊക്കെ ജീവിച്ച കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയൂല. ഇത് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി സ്വർഗത്തിലെത്തുവാൻ വേണ്ടി മോഹിക്കുന്ന ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അൽ-ഈമാനു ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഏറ്റവും പ്രധാനമായ കാര്യം നമ്മുടെ അഖീദ നന്നാവലാണ്, വിശ്വാസം നന്നാവണം. മദ്രസയിലെ 2ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതല്ലേ ഈമാൻ കാര്യങ്ങൾ 6 ഇസ്ലാം കാര്യങ്ങൾ 5. ഒന്ന് ചിന്തിക്കൂ എൻ്റെ കുടുംബങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കാൻ മാത്രം ഈ 6, 5, 11 കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്ത്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അതല്ലേ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതിൽ വെള്ളം ചേർന്നാൽ, ശിർക്കെങ്ങാനും ജീവിതത്തിൽ കലർന്നാൽ, ശിർക്ക് കലരാത്ത ജീവിതമാണ് നമുക്ക് നിർബന്ധമായത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമെന്ത്, പരലോകത്താണ്ട് എത്തിയാൽ മതി, എനിക്ക് സ്വർഗം ഉറപ്പാണെന്ന് ആലോചിക്കണ്ട. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് കൂലിയില്ലാത്ത നിലക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചോർന്നു പോയാൽ, നമ്മുടെ കർമ്മങ്ങൾ ചോർന്നു പോകുന്ന ദ്വാരങ്ങൾ ഭദ്രമായി അടക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ എന്ത് ഫലമാ പിന്നെയുള്ളത്? നമ്മുടെ വീട്ടിലേക്ക് അതാ വാട്ടർ ടാങ്കിലേക്ക് നമ്മൾ ഇങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളമടിക്കുന്നു. വെള്ളമടിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ടാങ്ക് കാലിയാകുന്നുണ്ട്. നമ്മൾ ആലോചിക്കുകയാണ്, ആരും ബാത്റൂമിൽ കുളിക്കാനില്ലല്ലോ, ആരും വാട്ടർ ടാങ്ക് തുറന്നിട്ടില്ലല്ലോ, പിന്നെ എവിടുന്നാ ഈ വെള്ളം ചോർന്നു പോയത്? നമ്മളിങ്ങനെ പരിശോധിക്കുകയാണ്. വാട്ടർ ടാങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഈ വെള്ളം അവിടെ പോയി. പരിശോധിച്ചപ്പോഴാണ് നമ്മൾ കാണാത്ത ചില ദ്വാരങ്ങളിലൂടെ വെള്ളം പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരലോക കോടതിയിലെത്തുമ്പോൾ ഉപകാരം കിട്ടുന്ന അമലുകളാകും എന്ന് വിചാരിച്ച് അവിടെ എത്തുമ്പോ ഈ ഗതികേട് നമുക്ക് വന്നാൽ നമ്മുടെ നിസ്കാരം കാണാനില്ല, സകാത്ത് കാണാനില്ല, ഹജ്ജ് ചെയ്തത് കാണാനില്ല, സൽക്കർമ്മങ്ങളൊന്നും കാണാനില്ല, ചോർന്നു പോയിരിക്കുന്നു. എന്തേ കാരണം? കർമ്മങ്ങൾ ചോർന്നു പോകാതിരിക്കണമെങ്കിൽ അത് ചോർന്നു പോകുന്ന ദ്വാരങ്ങളൊക്കെ അടക്കണം നമ്മൾ. അതാണ് വിശ്വാസ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നമ്മുടെ ക്ലിയർ ആണോ? ശിർക്ക് കലരാത്ത ജീവിതമുണ്ടെങ്കിലല്ലാതെ പരലോകത്ത് നമ്മുടെ അമല് സ്വീകരിക്കൂല. പശ്ചാത്തപിക്കാതെ ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ അവൻ നരകത്തിൽ ശാശ്വതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റഹ്മാനായ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആളുകൾക്ക് ഇന്ന് താല്പര്യം. കാരണം സമൂഹത്തോട് പലരും പറഞ്ഞു കൊടുക്കുന്നത് അതാണ്, റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഇടയാളന്മാരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അവരോടാണ് നമ്മൾ ആദ്യം സങ്കടങ്ങൾ പറയേണ്ടത്. അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോ അതേ ബദരീങ്ങളെ, മമ്പറത്തങ്ങളെ, മടവൂര് പോറേ എന്നിങ്ങനെ നിരന്തരമായി അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയും, എന്തിനാ നിങ്ങളതൊക്കെ എതിർക്കുന്നത്? ഞങ്ങളതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്നേയുള്ളൂ. അവരൊന്നും അള്ളയാണെന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളൊക്കെ ഇൻ്റമ്മേന്ന് വിളിക്കാറില്ലേ? വീഴാൻ പോകുമ്പോൾ എൻ്റമ്മേന്ന് വിളിച്ച് കരയാറില്ലേ? അതേപോലെയുള്ളൊരു കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുമ്പോൾ
എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മവങ്ങന്മാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ എൻ്റെ അമ്മേന്ന് വിളിച്ച് കരയുമ്പോ, ഉമ്മാന്ന് വിളിച്ച് വേദനിച്ചുകൊണ്ട് കരയുമ്പോ എന്താണ് നമ്മുടെ വിശ്വാസം? എൻ്റെ ഉമ്മ അള്ള കാണും പോലെയെല്ലാം കാണുന്നുണ്ട് എന്നാണോ? എൻ്റെ ഉമ്മ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും അള്ള കേൾക്കും പോലെ കേൾക്കുമെന്നാണോ? എൻ്റെ ഉമ്മാക്ക് അള്ളാഹുവിനെ പോലെ എല്ലാം അറിയുമെന്നാണോ? അള്ള കേൾക്കും പോലെ കേൾക്കുമെന്നും അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നും അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്നും അള്ളാഹു ഉത്തരം ചെയ്യുന്നത് പോലെ എനിക്ക് ഉത്തരം ചെയ്യുമെന്നും ഉമ്മാന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലുണ്ടോ? നമ്മുടെ വിശ്വാസത്തിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും എൻ്റെ അമ്മേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്. നേരെ മറിച്ച് അതൊന്നും അല്ലാത്ത നിലക്കുള്ള ഒരു പ്രയോഗം എന്ന നിലക്കല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അതേ അവസരത്തിൽ ഇന്നിവിടെ ആളുകൾ മക്ബറകൾ തോറും കയറങ്ങിറങ്ങിയിട്ടും അല്ലാതെയുമൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെന്ന് പറയുന്നവരെയും അമ്പിയാക്കളെയും ഒക്കെ വിളിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്താണ്? നമ്മൾ അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ വിഷയം വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹ് എന്നെ രക്ഷിക്കണേ എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരു വിശ്വാസമുണ്ട്. അതെന്താണ്? ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ റബ്ബ് അത് കേൾക്കുന്നുണ്ട്. എൻ്റെ റബ്ബ് എന്നെ, ഞാൻ എവിടെയായാലും എന്നെ കാണുന്നുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ഇനി വിളിച്ചില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിലെ വികാരങ്ങൾ എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്. ഞാൻ എന്ത് ചോദിച്ചാലും അത് തരാൻ മാത്രം എൻ്റെ റബ്ബിൻ്റെ ഖജനാവിൽ അത്രത്തോളമുണ്ട്. അതൊരിക്കലും എത്ര കൊടുത്താലും തീർന്നു പോകുന്ന ഖജനാവല്ല. എന്തിനും ഉത്തരം ചെയ്യാൻ എൻ്റെ റബ്ബിന് കഴിവുണ്ട്. ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് രാജ്യത്തു നിന്നും നമ്മൾ വിളിക്കുന്നതെന്ത്? അല്ലാഹുവേ രക്ഷിക്കണേ. ഇനി സഹോദരന്മാരെ, ആ സ്ഥാനത്ത് നിങ്ങൾ മറ്റൊരു വിളി സങ്കല്പിക്ക്. ബദരീങ്ങളെ കാക്കണേ, മടവൂർ ശൈഖേ രക്ഷിക്കണേ, മമ്പുറത്തപ്പാപ്പ കാക്കണേ എന്നിങ്ങനെ ഒരാൾ തേടുമ്പോ അയാളും വിശ്വസിക്കുന്നത് എന്ത് തന്നെയാണ്? അള്ള കാണും പോലെ ഇവർ എവിടെ നിന്ന് വിളിച്ചാലും കാണും, എവിടെ നിന്ന് വിളിച്ചാലും ഇവരും കേൾക്കും. അള്ളാഹു അറിയും പോലെ ഇവരും അറിയുന്നുണ്ട്. അള്ള കേൾക്കുന്നത് പോലെ ഇവരും കേൾക്കുന്നുണ്ട്. അള്ള അറിയുന്നത് പോലെ ഇവരും അറിയുന്നുണ്ട്. അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഇവരും ഉത്തരം ചെയ്യും. അതിനവർക്ക് കഴിവുണ്ട്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമാണ് അവർ പറയാറുള്ളത്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ഈ കഴിവുകളൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്. മഹാന്മാരുടെ, ഔലിയാക്കന്മാരുടെയും ബീവിമാരുടേതുമൊക്കെ അള്ള കൊടുത്തതാണ്, സ്വന്തമല്ല. ഈ ഒരു വ്യത്യാസം മാത്രമുണ്ടായാൽ മതി എന്നതാണ് ചില സഹോദരങ്ങൾ പറയാറുള്ളത്. ഗൗരവത്തോടെ ചിന്തിക്കണേ. ഇത് തന്നെയാണ് ശിർക്കെന്ന് പറയുന്നത്. അള്ളാഹുവിനെ പോലെ കാണുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? റബ്ബിനെ പോലെ കാണുക എന്നുള്ളത് റബ്ബിന്റെ മാത്രം ഗുണവിശേഷണമാണ്. അള്ളാഹുവിൻ്റെ കേൾവി അവൻ്റെ മാത്രം വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ കാഴ്ച അവൻ്റെ മാത്രം വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ അറിവ് അവൻ്റെ മാത്രം ഗുണമാണ്. അള്ളാഹു ഉത്തരം ചെയ്യുന്നു എന്നുള്ളത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ കഴിവുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ കാണും പോലെ കാണാനും കേൾക്കാനും നിയന്ത്രിക്കാനും അറിയിക്കാനും സഹായിക്കാനും ഉത്തരം ചെയ്യാനുമൊക്കെ ഞാനിതാ നിങ്ങൾക്കൊക്കെ കഴിവങ്ങ് വിട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു ഏത് നബിയോടാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഏത് വലിയനോടാണ് പറഞ്ഞത്? ഇതൊരു ഗ്രൂപ്പിസം പറയുകയല്ല, ഇതൊരു വിമർശനം പറയുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആവർത്തിച്ച് ആലോചിക്കണേ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങൾക്കിതാരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ആരും വിലപിക്കരുത്. ഞങ്ങളോടിതാരും പറഞ്ഞില്ലല്ലോ എന്ന് റബ്ബിന്റെ അടുക്കൽ പറയാൻ ഇനി ഒരു ചാൻസ് ഇല്ലാത്ത നിലക്ക് വ്യക്തമായി ലളിതമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിലെ പ്രവാസി നിവാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് കാണും പോലെ കാണുന്ന ഒരാളുണ്ടെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്?
അതല്ല പറഞ്ഞതല്ലേ? ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല, റബ്ബിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല കാണും പോലെ ഇന്ന ഔലിയ കാണുമെന്ന്, ഇന്ന തങ്ങൾ കേൾക്കുമെന്ന്, ഇന്ന ബീവി അറിയുമെന്ന്, ഇന്ന വലിയ രക്ഷിക്കാൻ എത്തുമെന്ന്, ഇന്നയാൾ എൻ്റെ അടുക്കൽ ഉത്തരം ചെയ്യുവാൻ വേണ്ടി ഞാൻ വിളിക്കുന്നിടത്ത് എത്തിച്ചേരുമെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? ലോകം മുഴുവൻ നിയന്ത്രിക്കുവാൻ അതിൻ്റെ മുഴുവൻ കഴിവുകളും അതേ ഇന്ന വ്യക്തിക്കങ്ങ്, അതേ മടവൂര് ശൈഖനും പലർക്കും അങ്ങനെ പല ഖുതുബുൽ ആലം എന്ന് പറയുന്നവർക്കും വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ അധികാരമുള്ളത്? അള്ളാഹുവിൻ്റെ ഖുർആനിനെതിരല്ലേ? മുത്ത മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്കത് ഘടകവിരുദ്ധമല്ലേ? അതുകൊണ്ട് അതാണ് ഇന്നിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കും പോലെ അവർ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുകയാണ്. അല്ല പറഞ്ഞതെന്താ? അവനെപ്പോലെ കാണുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവനെപ്പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊച്ചു സൂറത്തല്ലേ? ഇവിടെ ഇരിക്കുന്ന ഏതൊരു മുസ്ലിമിനാണ്, കൊച്ചു കുട്ടിക്കാണ് മനപ്പാടമില്ലാത്തത്? നമ്മൾ നിത്യജീവിതത്തിൽ അതാ നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയിലും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും 3 തവണ വീതം നമ്മൾ പറയുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ പറയുന്നുണ്ട് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അവസാനം എന്താ പ്രിയപ്പെട്ടവരെ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. റബ്ബിന് കുഫുവത്തവൻ റബ്ബ് മാത്രമേയുള്ളൂ, അവന് തുല്യനായി ഒരാളുമില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറയുമ്പോ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ എഴുതുന്നു, അള്ളാഹു കാണും പോലെ ഔലിയ കാണുന്നു, കേൾക്കും പോലെ കേൾക്കുന്നു, അറിയും പോലെ അറിയുന്നു, ഉത്തരം ചെയ്യും പോലെ ഉത്തരം ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് പോലെ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. കാരണം അള്ളാഹ് അതിനൊക്കെ കഴിവങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്ന്. ഇത് ശുദ്ധമായ ശിർക്കല്ലേ? അല്ലെങ്കിൽ ആയത്തെവിടെ? ഹദീസ് എവിടെ? ഇതാണ് ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആരുടെയും ഓശാരം ആവശ്യമില്ലല്ലോ. നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്തണം. അതിനുള്ള വഴിയാണ് ഈ പറയുന്നത്. ഇത് കേൾക്കാതെ ഇതനുസരിക്കാതെ മുന്നോട്ട് പോയാൽ റബ്ബിനോട് നേരിട്ട് ചോദിച്ചാ ഫ്യൂസ് അങ്ങ് ഊരിപ്പോകും. അതേ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്താൽ ഫ്യൂസും ബൾബുകളുമൊക്കെ അടിച്ചു പോകും പോലെ നമ്മളിവിടെ ഇടയാളന്മാരോട് ചോദിക്കാതെ റബ്ബിനോട് നേരിട്ട് സാധുക്കളായ നമ്മളൊക്കെ അങ്ങ് പ്രാർത്ഥിക്കാൻ നിന്നാൽ ആകെ അപകടമാകും എന്നൊക്കെയുള്ള ഒരു നിലക്കും അർത്ഥമില്ലാത്ത ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പാവങ്ങളാണ്, സാധുക്കളാണ്. ഇടയാളന്മാരോട് ചോദിച്ചിട്ട് അവര് അള്ളാഹിനോട് ചോദിക്കലാണ് നമുക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതെന്ന് എഴുതിവിട്ട ആളുകളെ, സഹോദരന്മാരെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുക്കുന്ന കാര്യമാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. റഹ്മാനായ റബ്ബ് അങ്ങനെ ഒരാൾക്കെങ്കിലും അങ്ങനെ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ അതാ നിങ്ങളോടാണ് അവരാദ്യം പറയേണ്ടത് എന്നിങ്ങനെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞാലേ ഞാൻ സ്വീകരിക്കൂ എന്നൊരു നിയമം അള്ളാഹു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരിക്കലുമില്ല. നേർക്ക് നേരെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് കപടന്മാരുടെ സ്വഭാവമാണെന്നാണ് ഇവിടെ പറയുന്നത് ചിലരൊക്കെ. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നേർക്ക് നേരെ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലത്രേ. അത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമാണത്രേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആരെങ്കിലും പടച്ചവരെ, റബ്ബേ, റഹ്മാനേ, റഹീമേ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ഉന്നതമായ നാമങ്ങളെ
ആ റബ്ബിന്റെ അസ്മാഉൽ ഹുസ്നകളിലൂടെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ റബ്ബ് കൃത്യമായി തന്നെ നമുക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോ അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമായ പുത്തൻവാദമാണെന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. അത് കപടന്മാരുടെ സ്വഭാവമാണെന്ന് പറയൽ എത്ര വിഡ്ഢിത്തമാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. 25 നബിമാരുടെ പേരല്ലേ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് നമ്മൾ പേരെണ്ണി പറയുന്ന അവസാനത്തെ നമ്മുടെ മുത്ത് മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, ആദ്യ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള 25ഓളം നബിമാർ അവരുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഖുർആനിലില്ലേ? എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ ചില സൂചനകൾ പറയുകയാണ്. ആദം നബിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, ഹവ്വാ ഉമ്മ ബീവിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ആരോടാ തേടുന്നത്? റബ്ബേ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും തേടുന്നത്. അപ്പൊ പറയും, ചിലപ്പോ നിങ്ങൾ ആലോചിക്കും, അവരാദ്യത്തെ മനുഷ്യന്മാരല്ലേ, അവർക്കിപ്പോ ആരോടാണ് ഇനി മുമ്പ് പറയാനുള്ളത്? അപ്പൊ എന്നാ ശേഷം വരുന്നയാളെ എടുക്കാം. നോഹ് നബി അലൈഹിസ്സലാം ആരോടാ തേടിയത്? റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ എന്നിങ്ങനെ എനിക്ക് പുറത്തു തരണേ എൻ്റെ മാതാപിതാക്കൾക്കും എന്ന് മഹാനായ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കൂ, പ്രധാനപ്പെട്ട ചിലതേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ്, റബ്ബേ നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. ആരാ തേടുന്നത്? ഉമ്മ ഉപ്പ. നിങ്ങൾ കേട്ടോ, ഈ ദുആ ആരുടേതാണ്? ഈ അസാധുക്കളായ നമ്മുടേതല്ല. ഖലീലുല്ലാഹി എന്ന് അള്ളാഹുവിന്റെ ഉറ്റമിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന നബിയാണ് തേടുന്നത്. റബ്ബേ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവനാക്കി നീ എന്നെ മാറ്റണം. എന്നെ മാത്രമല്ല, എൻ്റെ സന്താനങ്ങളിൽ നിന്നും എൻ്റെ അരുമ സന്താനങ്ങളും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. എന്നിട്ട് പറയുന്ന വാചകം കേട്ടോ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വതഖബ്ബൽ ദുആ, എൻ്റെ ദുആ സ്വീകരിക്കണേ. ആരാ ചോദിക്കുന്നത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ പിരിയുന്നതിൻ്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ എന്നിങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്ന മഹാനായ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതേ തലമുറകൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. റബ്ബേ, ഞാനും എൻ്റെ മക്കളും കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാവണേ. ദുആ സ്വീകരിക്കാതെ തള്ളിക്കളയല്ലേ എന്ന് മഹാനായ നബി തങ്ങൾ പോലും ദുആ ചെയ്തുവെങ്കിൽ എത്രത്തോളം ഇവിടെ കൂടിയ ഫാമിലിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് വരെ നമ്മൾ നമുക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്തോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തോ? പേരക്കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്തോ? നമ്മുടെ തലമുറയിൽ ഇനി ഖിയാമത്ത് നാളോളം വരാനിരിക്കുന്ന പേരമക്കളുടെ പേരമക്കളുടെ പേരമക്കളടക്കം എല്ലാവർക്കും വേണ്ടിയുള്ള ദുആയാണത്. ആലോചിച്ചു നോക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അന്നത്തെ ദുആയാണ്. ആലോചിച്ചു നോക്ക്, എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം മക്കയിൽ ഉദയം ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ താവഴിയിൽ വന്ന പേരക്കുട്ടിയാണ്. ആലോചിച്ചു നോക്കണം. അപ്പൊ അത്രത്തോളം ദീർഘദൃഷ്ടിയോടെയാണ് അവരൊക്കെ പ്രാർത്ഥിച്ചതെങ്കിൽ നമ്മൾ ദുആ ചെയ്യുമ്പോ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ മക്കൾ വരാൻ പോകുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുമോ എന്ന് അറിഞ്ഞൂടാ. മരുമക്കൾ വരാനുണ്ട്, അവരുടെ മക്കൾ വരാനുണ്ട്, അവരുടെ മക്കൾ വരാനുണ്ട്. ലോകം അവസാനിക്കുന്നതിൻ്റെ ഇടക്ക് എൻ്റെ താവഴിയിൽ ഒരുപാട് ജനതകൾ വരാനുണ്ട്. അവരൊക്കെ നിസ്കാരം നിലനിർത്തണേ.
തൗഹീദുള്ളവരാവണേ. ശിർക്കിനെതിരെ പോരാട്ടം നയിച്ചതിന്റെ പേരിൽ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോലും തേടുകയാണ് വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, നരകത്തിൽ ശാശ്വതമായി മനുഷ്യൻ എരിഞ്ഞു തീരാൻ, അതിൽ തന്നെ കാലാകാലം താമസിക്കാൻ ഇടയാക്കുന്ന ശിർക്കുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ വരരുതേ, എൻ്റെ മക്കളുടെയും അവരുടെ അങ്ങോട്ടുള്ള തലമുറയിലും വരരുതേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെങ്കിൽ, ഉപ്പമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, കുടുംബങ്ങളെ, നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാര്യക്കത് പകർന്നിട്ടുണ്ട്, ഭർത്താവിനത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അവര് നമ്മുടെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? അതെ, ഈ ലോകത്ത് നമുക്കൊരു തീ കാണുമ്പോ എന്ത് പേടിയാണ്. നമ്മുടെ കുഞ്ഞുമോനോ മോളോ സ്റ്റൗവിലേക്ക് കൈ നീട്ടിയാൽ ഏതുമ്മയാണ് കൈപിടിച്ച് വലിക്കാത്തത്? അതേ, കത്തിയാളുന്ന വീടിന്റെ ഉള്ളിൽ നിന്ന് ജീവനെപ്പോലും പണയം വെച്ചുകൊണ്ട് അരുമ മക്കളെ പുറത്തേക്കെടുത്ത് ഓടുന്ന രക്ഷിതാക്കളുടെ മനസ്സിലെ വികാരം എന്താ? ഞാൻ കത്തിയാലും എൻ്റെ മക്കൾ കത്തരുതെന്നല്ലേ? ഒരു ദുന്യാവിലെ തീയാണെങ്കിൽ ഈ തീയോടൊപ്പം ഒരു 69 ഇരട്ടി കൂടി ചൂടുള്ള നരകത്തിലെ തീയിലേക്ക് നമ്മുടെ മക്കള് പോണോ? ബാപ്പ പോണോ? ഉമ്മ പോണോ? ഭർത്താവ് പോകണോ? ഭാര്യ പോകണോ? പോകണ്ടെന്നാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. ആ വർത്തമാനമാണ് ഈ പറയുന്നത്. അതല്ലാതെ ഇവിടെ ആരെങ്കിലും മറ്റെന്തെങ്കിലും അസൂയ കൊണ്ടോ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും വിധത്തിൽ പുരോഗതി കിട്ടുന്നതിനോ അല്ല. ഇന്ന് എൻ്റെ സംസാരം മുഴുമിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കുറപ്പില്ല. നമുക്കാർക്കും ഉറപ്പില്ലല്ലോ. സെക്കൻഡ് കണക്കിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരല്ലേ മനുഷ്യരായ നമ്മൾ. അതിന് രോഗം വേണ്ട, പ്രായം വേണ്ട, പ്രായഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ, ആരോഗ്യവും അനാരോഗ്യവുമെന്നും വകവെക്കാതെ തന്നെ എത്രയെത്ര മരണങ്ങളാ വരുന്നത്. നിപ്പ കൊണ്ടുപോകുന്നു എന്ന ഭീതിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ കേരളത്തിൽ രോഗത്തിൻ്റെ പകർച്ചയുണ്ട്, മഴക്കാലത്തിൻ്റെ പല കെടുതികളുണ്ട്. റഹ്മാനായ റബ്ബിനോടല്ലാതെ നമുക്കാരോടാ പറയാനുള്ളത്? നമ്മെ രക്ഷിക്കുവാൻ ഇവിടെ ഒരു ശൈഖിനും കഴിയില്ല, ഒരു ജാറത്തിനും കഴിയില്ല. ഒരു വ്യക്തമായിട്ട് തന്നെ ഒരു വലിയെന്ന് പറയുന്ന ആരൊക്കെ ആരുടെയൊക്കെ മഖാമുകളും ജാറങ്ങളും ദർഗകളും ഉണ്ടോ, ആരോട് തേടിയിട്ടും കാര്യമില്ല. റബ്ബിനല്ലാതെ നമ്മെ രക്ഷപ്പെടുത്താനാവില്ല. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അതാ ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവിനോട്. അല്ലാഹുവേ, ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ കാത്തുകൊള്ളണം. اللهم إني أعوذ بك من البرص والجنون والجذام وسيء الأسقام. എത്രയെത്ര ദുആകളാണ്, എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ നോക്ക്. ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചതെന്താ? ഖുർആനിൽ കാണുന്ന ധാരാളം ദുആകൾ, നമ്മുടെ നബിമാര് നടത്തിയ ദുആകൾ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, രോഗം വന്നപ്പോ, കഷ്ടപ്പാട് വന്നപ്പോ അള്ളാഹിനോട് പറയാണ്, അല്ലാ, എനിക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട്, നിന്നോട് എനിക്ക് പറയാനുള്ളൂ, അർഹമുർ റഹീമീനായ റബ്ബേ, നീ എന്നോട് കരുണ കാണിക്കണേ, എനിക്ക് വിഷമം ബാധിച്ചിരിക്കുന്നു, എനിക്ക് ശിഫ നൽകണം. മക്കളില്ലാത്ത ദമ്പതിമാര് എവിടെയൊക്കെ പോയിട്ടാ തൊട്ടില് കെട്ടുന്നത്? ഏതൊക്കെ ജാറത്തിലേക്കാ നേർച്ച നേരുന്നത്? എവിടെയൊക്കെ പോയിട്ടാണ് ജാറം മൂടുന്നത്? ഏതൊക്കെ ജാറത്തിലേക്കാണ് ലക്ഷങ്ങൾ കൊണ്ടുപോയി ഇടുന്നത്? ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആളുകളോടാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ആരുടെ ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെയാണ് ലോകത്തെന്ന് കാണുന്നത്? പക്ഷേ നമ്മുടെ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം അരുമ സന്താനത്തിന് വേണ്ടി തേടിയത് കഴിഞ്ഞകാല നബിയായ നൂഹ് നബിയോടല്ലല്ലോ. മഹാനായ സക്കരിയ അലൈഹിസ്സലാം അരുമ സന്താനത്തിന് വേണ്ടി തേടിയത് തൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ ഇബ്രാഹിം അലൈഹിസ്സലാമിനോടല്ലല്ലോ. മറിച്ച് അവരൊക്കെ തേടിയത് സക്കരിയ അലൈഹിസ്സലാമിന്റെ ദുആ നോക്കൂ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ.
ദുആ കേൾക്കുന്നവനായ അല്ലാഹുവേ, നീ മാത്രമാണ് ദുആ കേൾക്കുന്നവൻ, വേറെ ആരും എൻ്റെ ദുആ കേൾക്കാനില്ല. ദുആ കേട്ട് ഉത്തരം ചെയ്യാൻ അല്ലാഹ് നീയേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് നല്ലവരായ മക്കളെ തരണം. റബ്ബിനോടല്ലേ തേടുന്നത്? അവര് മറ്റാരുടെയെങ്കിലും ദർഗ കേടിപ്പോകാൻ, അന്നവിടെ ദർഗയുടെ സംസ്കാരം മുസ്ലിമീങ്ങൾക്കില്ലല്ലോ, മറ്റാരെയും തേടുന്ന സംസ്കാരമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെയൊക്കെ നേതാക്കന്മാര് അവരാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണർന്നത് മുതൽ രാവിലെ നമ്മൾ ഉണരുന്ന നേരത്ത് ചൊല്ലുന്ന ദിക്റുകൾ മുതൽ ഉറങ്ങും വരെ നമുക്ക് ചൊല്ലാൻ എത്രയെത്ര ദിക്റുകളാണ്, എത്രയെത്ര ദുആകളാണ്. ഞാനതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങളൊക്കെ പഠിക്കണം. നമ്മൾ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ചൊല്ലാനും പറയാനും ദുആ ചെയ്യാനുമൊക്കെ നൂറുകണക്കിന് ദുആകളും ദിക്റുകളും നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിച്ചു നോക്കൂ. അതിലെവിടെയും അല്ലാഹുവോടല്ലാത്ത ഒരു വിളിയില്ല, ഒരു ദുആയില്ല, അല്ലാഹുവേ എന്നല്ലാത്ത ഒരു പ്രാർത്ഥനയില്ല. ഏതെങ്കിലും ഒരു നബിയുടെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ജാഹ് കൊണ്ട് എന്നോ, അല്ലെങ്കിൽ ആ നബിയെ വിളിച്ചുകൊണ്ട് നബിയെ നിങ്ങളോടിതാ ഞാൻ എൻ്റെ സങ്കടം പറയുന്നു, അല്ലെങ്കിൽ ബദരീങ്ങളെ, മൊഹീദ്ദീൻ ശൈഖേ, മമ്പറത്തങ്ങളെ, സി എം മടവൂരെ, ഇങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ട് നിങ്ങളൊന്ന് എൻ്റെ കാര്യം അല്ലാഹുവിനോട് പറയണം, എനിക്ക് അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനയിൽ, മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയിലില്ല. മറിച്ച് പലരും കെട്ടിയുണ്ടാക്കിയ ചില പാള കിതാബുകളിലും അവരിൽ പലരുമൊക്കെ ഉണ്ടാക്കിയ പലതിലും കാണാമെന്നുള്ളതല്ലാതെ ഇസ്ലാമിൻ്റെ പ്രമാണമായ പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകൾ, അത് മനസ്സിലാക്കിയ സ്വഹാബത്തിൻ്റെ കൃത്യമായ ജീവിതം, അതിലൊന്നും നമുക്കത് കാണാൻ കഴിയൂല. പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? നേർക്ക് നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടാ. കാരണം എന്താണ്? നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തആല നമുക്ക് ഉത്തരം തരൂല. മറിച്ച് ഏതൊരു വിഷയത്തിലും ആദ്യം നബി തങ്ങളോട് വിളിക്കണം എന്നാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അള്ളാഹുവേ പൊറുക്കണേ എന്ന് പറഞ്ഞൂടത്രേ. പിന്നെ എന്ത് വേണം? ആ ദുആക്ക് ഉത്തരം ഉറപ്പില്ല. പിന്നെ എന്ത് വേണം? ആദ്യം റസൂലുള്ളാഹിനെ വിളിക്കണം. യർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെറി ഞാൻ അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണമത്രേ, അല്ലാഹ് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പില്ല എന്ന് പച്ച മലയാളത്തിൽ ഇവിടെ ഖുർആൻ വ്യാഖ്യാനം എന്ന പേരിൽ ഒരു മുസ്ലിയാരി എഴുതി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്നും, കാരണം അതിലെ കാര്യം നേടുമെന്ന ഉറപ്പുള്ളൂ, അല്ലാതെ നേരിട്ട് ചോദിച്ചാൽ കാര്യം നേടുമെന്ന ഉറപ്പില്ല എന്നൊക്കെ ഇവിടെ എഴുതുന്ന പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇത് എവിടുത്തെ ഇസ്ലാമാണ്? ആരാണിത് പഠിപ്പിച്ചത്? മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബത്ത്, അവരൊക്കെ റബ്ബിനോടല്ലേ തേടിയത്? റബ്ബിനോട് തേടാനല്ലേ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളെ കുറിച്ചെല്ലാം നമ്മളത് കൃത്യമായി തന്നെ നിങ്ങളതൊക്കെ പഠിക്കണം എന്നാണ് എനിക്ക് സൂചനകളായി പറയാനുള്ളത്. അതേ അവസരത്തിൽ റബ്ബിനോടുള്ള പ്രാർത്ഥനകൾ പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാ.
സ്വർഗം ഇൻഷൂർ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്. നമുക്ക് നിത്യജീവിതത്തിൽ ചൊല്ലേണ്ടതാണ്. സൂചന മാത്രം പറയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ടൊരു ദുആയുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്നവരെല്ലാവരും ദിവസത്തിൽ പകൽ ഒരു തവണയും രാത്രി ഒരു തവണയെങ്കിലും നിങ്ങളതൊക്കെ ചൊല്ലണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ നേരമുള്ളൂ. അങ്ങനെ നൂറുകണക്കിന് ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. എല്ലാം നമുക്കുള്ള കാവലുകളാണ്, നമുക്കുള്ള പ്രൊട്ടക്ഷനുകളാണ്, നമുക്കുള്ള സുരക്ഷയാണ്. സർവവും അള്ളാഹുവിനോടുള്ള തേട്ടമാണ്. എന്നാൽ അള്ളാഹുവിനെ വിളിക്കുന്നതിനേക്കാൾ ആളുകൾക്കിന്ന് ഇഷ്ടം മറ്റുള്ളവരെ വിളിക്കലാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? ആരെങ്കിലും മരിക്കുമ്പോഴേക്കതാ ദർഗകൾ കെട്ടുകയാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ബാംഗ്ലൂർ പ്രവാസികളോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മുഴത്തിന് ജാറങ്ങളാണ്, ദർഗകളാണ്, മഖാമുകളാണ്. അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഖബറുകൾ കെട്ടിപ്പടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്മേൽ അലങ്കാരങ്ങൾ വെക്കുന്നുണ്ട്, നിലവിളക്ക് കൊളുത്തുന്നുണ്ട്, ജനങ്ങൾ തൊട്ടുമുത്തുന്നുണ്ട്, തടകുന്നുണ്ട്, ജാറം മൂടുന്നുണ്ട്, പൂ വിതറുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്, നേർച്ചപ്പെട്ടി വെച്ചുകൊണ്ട് നേർച്ചപ്പണം നിക്ഷേപിക്കുന്നുണ്ട്, കൊടിയെടുത്തുകൊണ്ട് ശരീരത്തിൽ ഒഴിയുന്നുണ്ട്, തൊട്ടിൽ കെട്ടാൻ പോകുന്നുണ്ട്, ചന്ദനക്കുടവും തലയിലേറ്റിക്കൊണ്ട് ജാറത്തെ വലം വയ്ക്കുന്നുണ്ട്, മയിൽപീലി കൊണ്ട് ബറക്കത്തെടുക്കുവാൻ അത് ശരീരത്തിലും തലയിലും ഒഴിയുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ദുരാചാരങ്ങൾ എന്ന് ജാറങ്ങളുടെ പേരിലുണ്ടെങ്കിൽ ഇതാരുടെ സംസ്കാരമാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ കൂടെ മുത്ത മുസ്തഫയെ കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്നില്ലേ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് മഹബ്ബത്തുണ്ടോ? അവിടുന്ന് മരിക്കുന്ന നേരത്ത് പോലും പറഞ്ഞതെന്താ? അള്ളാഹുവിൻ്റെ ശാപമാണ്. അതുപോലെ തന്നെ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. എന്ത്? ഒരു വിഭാഗം ആളുകളതാ, യഹൂദികളും നസറാനികളും അവരുടെ അമ്പിയാക്കന്മാര് മരണപ്പെട്ടപ്പോൾ അവരാ ഖബറുകളതാ എടുപ്പുണ്ടാക്കി അവിടെ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കി, മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ അവസരത്തിൽ മുസ്ലിമിന്റെ ഖബർ എപ്രകാരമായിരിക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു മുസ്ലിമിന്റെ ഖബറും എന്ത് ചെയ്യരുത്? കെട്ടിപ്പൊക്കാൻ പാടില്ല, മറിച്ച് സമനിരത്തിലും ആക്കാൻ പറ്റൂല. ഖബറെന്ന നിലക്ക് ഖബറും ചവിട്ടാൻ പാടില്ല, അതിന്മേൽ മലമൂത്ര വിസർജനം പാടില്ല, അതിന്മേൽ കയറി ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് ആർക്കും കണ്ടാൽ മനസ്സിലാകണം ഇതൊരു മുസ്ലിമിന്റെ ഖബറാണെന്ന്. അത് മനസ്സിലാകുന്ന വിധത്തിൽ ഭൂമിയിൽ നിന്ന് ഒരു ചാണ് ഉയർത്താനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലതാ ഖബർ കുമ്മായമിടുന്നത് വിരോധിച്ചു, അതിന്മേലിരിക്കുന്നത് വിരോധിച്ചു, അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും വിരോധിച്ചു. നബിമാരുടെ ഖബറുകൾ പോലും കെട്ടിപ്പടുത്ത് അതിന്മേൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരെക്കുറിച്ച്, യഹൂദി നസറാനികളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചുവെങ്കിൽ ഇവിടെ ഇതാ ചില ആളുകൾ പറയുന്നു ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും അതിന്മേൽ മൂടാൻ പാടില്ല, പട്ട് മൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരെ കുറിച്ചാണ്. തങ്ങന്മാരും ഔലിയാക്കന്മാരും ബീവിമാരും ഒക്കെ ആണെങ്കിൽ നല്ല ഉയരത്തിൽ കെട്ടിപ്പടുത്ത് അലങ്കരിക്കണമെന്ന്. ഇതെങ്ങനെയാ ശരിയാവുക? അള്ളാന്റെ റസൂല് യഹൂദി നസറാനികളെ ശപിച്ചപ്പോ കാരണം പറഞ്ഞതെന്താ? അവരുടെ നബിമാരുടെ ഖബറുകളെ അവരലങ്കരിച്ചുകൊണ്ട് ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നാണ്. അതിനെയാണ് അള്ളാന്റെ റസൂല് ശപിക്കുന്നത്. നബിമാരുടെ ഖബറുകളെപ്പോലും അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ശാപമുണ്ടെന്നാണ് പറഞ്ഞതെങ്കിൽ, സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. മുത്ത് മുസ്തഫായുടെ മരണത്തിന്റെ നേരത്ത് പോലും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്. ഞാനിതാ അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അരുതേ എന്ന് ഞാൻ നിങ്ങളോട് ഗൗരവത്തോടെ വിലക്കുന്നു. റസൂലുള്ള മരിക്കുന്ന നേരത്ത്, വഫാത്താകുന്ന നേരത്ത് നൽകിയ വസിയത്താണ് എന്ത്? ജാറമുണ്ടാക്കരുത്, അത് കെട്ടിപ്പടുക്കരുത്, കുമ്മായമിടരുത്, അതിന്മേൽ വിളക്ക് കൊളുത്തരുത്, എടുപ്പുണ്ടാക്കരുത്, ആ വിധത്തിലുള്ള കാര്യങ്ങൾ വിളക്ക് കൊളുത്തരുത്, ഒക്കെ ശാപം കിട്ടുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകളിൽ അതാ ഇപ്പൊ അടുത്ത് മരിച്ചുപോയവർ
തങ്ങള്, അയാൾ കൂറത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങള് മരിച്ചപ്പോഴേക്ക് അവിടെ ഉണ്ടാക്കിയ പുകിലുകൾ എന്തൊക്കെയാണ്? ഒരാളുടെ ഖബറ് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നതാണ് നബി തങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഖബർ അങ്ങനെയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അങ്ങനെയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അങ്ങനെയാണ്. അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതേ അടുത്ത ദിവസം മരിച്ചുപോയ തങ്ങൾ മരിച്ചപ്പോഴേക്ക് രാവിലെ ഖബറിന്റെ ഒരു രൂപം, വൈകുന്നേരമായപ്പോൾ മാറി, പിറ്റേന്നായപ്പോഴേക്ക് മോഡൽ മാറി, മൂന്നാം ദിവസമായപ്പോഴേക്ക് മോഡൽ മാറി. അങ്ങനെ അതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതേ ജാറത്തുമ്മൽ പട്ടുമൂടി, അവിടെ 4 ഭാഗവും അതേ ഗ്രിൽസുകൾ കെട്ടി, അവിടെ അതാ വെള്ളം വെക്കുന്നു, കറാമത്ത് ചാർജ് ചെയ്യാനും ബറക്കത്തെടുക്കാനും എന്ന് പറഞ്ഞ് പെട്ടിവെക്കാനുള്ള നേരം പോലുമില്ല. അപ്പോഴേക്ക് പണക്കെട്ടുകൾ അങ്ങോട്ട് വിതറുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ദർഗ കൊണ്ടോ മഖാമു കൊണ്ടോ ജീവിക്കുന്നതിലെ അസൂയ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പണത്തേക്കാളപ്പുറം പോക്കറ്റടിക്കപ്പെടുന്നത് നമ്മുടെ ഈമാനാണ്. ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോ നിന്റെ റബ്ബാരടോ, നിന്റെ നബിയെക്കുറിച്ച് നിനക്ക് എന്താണടോ അറിയാ, നിന്റെ ദീനേതടോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരത്ത് നൽകിയ അന്തിമമായ വസിയത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ജാറം നിർമ്മിച്ച് ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറവും കെട്ടിപ്പടുത്ത് അതേ കുമ്മായമിട്ട് അതിന്മേൽ താബൂത്ത് വെച്ച് പെട്ടിവെച്ച് അതിന്മേൽ പിന്നെ പട്ടുമൂടി, അവിടെ പിന്നെ അങ്ങനെ ദർഗയും പൂമാലകളും പണവേറും നേർച്ചകളും ഒക്കെ ചാർത്തിയിട്ട് 4 ഭാഗം ഇരുന്നു കൊണ്ട് പിന്നെ അയാളെ കുറിച്ച് ഇല്ലാത്ത പലതും പറഞ്ഞ് അയാളെ വിളിച്ചു തേടുവാനുള്ള ആഹ്വാനങ്ങളിലേക്ക് ജനമെത്തുന്ന രൂപം കണ്ടില്ലേ? എത്ര ഗൗരവമാണ് ഉമ്മമാരെ, എത്ര ഗൗരവമാണ് സഹോദരന്മാരെ. ഇത് പറയാൻ പാടില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കിയത്? ഇത് പറഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നാണോ പറയുന്നത്? നമുക്ക് വലുത് നമ്മുടെ ഇസ്ലാമല്ലേ, നമ്മുടെ ദീനല്ലേ? ആര് മരിച്ചാലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറദാ മദീനത്ത് പച്ചക്കുബ്ബ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രഭാഷകന്മാരുണ്ട്. മദീനത്ത് പോയപ്പോ ആ ഓട്ടയുടെ ഉള്ളിലൂടെ, ഗ്രിൽസിന്റെ ഉള്ളിലൂടെ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പുതച്ച് എത്ര ഉയരത്തിലുള്ള ഖബറാമുത്ത് നബിയുടെ ഖബറെന്ന് പറഞ്ഞിട്ട്, നബി തങ്ങളുടെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോകളതാ അള്ളാന്റെ റസൂലിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ചില്ലിലിട്ട് സൂക്ഷിച്ചുകൊണ്ട് ചില വീടുകളിൽ മുത്ത് മുസ്തഫയുടെ റൗളയാണ് അവിടുത്തെ ഖബറാണതെന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര കള്ള ഫോട്ടോകളാണ് ഈ സമൂഹത്തിലേക്ക് മുത്ത് നബിയുടെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്ന് ഒരാൾക്കും കാണാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, എൻ്റെ ഖബർ അത് ആരാധിക്കപ്പെടുന്നൊരു വിഗ്രഹമായി മാറാൻ പാടില്ല. ആ നിലക്കുള്ള ഒരു പ്രവർത്തികൾ നടക്കാതിരിക്കാൻ, ആ ഖബർ കാണാൻ പോലും അവസരമില്ലാതിരിക്കാനാണ് മുത്ത് മുസ്തഫയുടെ തേട്ടമുണ്ടായത്. അതേ, ഇന്നത് കാണാൻ കഴിയാത്ത നിലയ്ക്ക് ഒരു 4-5 ഗ്രിൽസുകളുടെയും അറകൾക്കും അകത്താണ് ആ ഖബറുകൾ. നമുക്കിന്ന് കാണാനാവില്ല. 3 ഖബറുകൾ അതിൻ്റെ അകത്തുണ്ട്. എന്താ 3 ഖബറിന്റെയും വലിപ്പം? ഒരു ചാണിലപ്പുറം അത് ഉയർത്തിയിട്ടില്ല. മൗലവി, നിങ്ങൾ എങ്ങനെയാ കണ്ടത്? കാണാൻ പറ്റൂലെങ്കിൽ നിങ്ങളായിട്ട് എങ്ങനെയാ കണ്ടത്? അവിടുത്തെ ഭരണാധികാരികൾ പോലും അത് തുറക്കാറില്ല. അതിലേക്ക് പ്രവേശിക്കാൻ ജനലുകളില്ല, വാതിലുകളില്ല, ഒന്നുമില്ല. ആ 3 ഖബറുകളും അവിടെ എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കത്തിലെന്ന് മഹാന്മാരായ സഹാബിമാരാ പറയുന്നത്. അള്ളാന്റെ റസൂലിനെ കണ്ട സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ വറുഫിയ ഖബറുഹു മിനൽ അർളി നഹ്വൻ മിൻ ശിബിരിൻ കദാ വജത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഞാൻ കണ്ടപ്പോൾ ഏകദേശം ഒരു ചാണ് ഉയർത്തപ്പെട്ട നിലക്കാണ് കണ്ടത്. ഇതാരാ പറയുന്നത്? റസൂലുള്ളാഹിനെ കണ്ട സഹാബിയാണ് പറയുന്നത്. ഇനി അതിൻ്റെ ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ്.
കുറേ കാലം കഴിഞ്ഞു. മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരു കർട്ടനിന്റെ അപ്പുറത്ത് 3 ഖബറുകളുണ്ട്. അവിടെയാണ്, ഇപ്പുറത്തെ റൂമിലാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്നത്. അവിടെ കഥാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ മകന്റെ മകനായ പേരക്കുട്ടിയായ ഖാസിം റളിയല്ലാഹു തആല അൻഹു കയറി ചെല്ലുകയാണ്. എന്നിട്ട് ഉമ്മയോട് പറയാണ്, ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇക്ഷിഫീലി അൻ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസാഹിബൈ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറൊന്ന് എനിക്ക് കാണിച്ചു തരൂ ഉമ്മ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറൊന്ന് കാണിച്ചു തരൂ ഉമ്മ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ, അങ്ങനെ ഈ 3 ഖബറുകളും എനിക്കൊന്ന് കാണിച്ചു തരൂ ഉമ്മ. കാരണം ഉമ്മയാണ് അതിൻ്റെ അകത്തുള്ളത്. ആ ഉമ്മയുടെ വീട്ടിലാണ് മുത്ത് മുസ്തഫയെ ഖബറടക്കിയിട്ടുള്ളത്. അവിടെയാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത്. അവിടെ തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുള്ളത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുള്ളത്. ആ ഒരൊറ്റ റൂമിലാണ്. ഇപ്പുറത്താണ് ഉമ്മ താമസിക്കുന്നത്. ആ ഉമ്മയോടാണ് ചോദിക്കുന്നത്, ഉമ്മ, ഈ 3 ഖബറുകൾ ഞാനൊന്ന് കണ്ടോട്ടെ. ഇതാരാ ചോദിക്കുന്നത്? ഖാസിം റഹിമഹുള്ളയാണ്. അദ്ദേഹം ഹിജറ 35 ജനിച്ചിട്ട് അദ്ദേഹം ഹിജറ 108 വഫാത്താകുന്നതെന്ന് ഓർക്കണം. ആ വ്യക്തി, ആ മഹാനായ സഹാബി ആയിഷുമ്മ ബീവിയിൽ നിന്ന് ഇൽമ പഠിച്ച വലിയ പണ്ഡിതനാണ്. മഹദിയായ പണ്ഡിതയായ നമ്മുടെ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഏറെ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന ഉമ്മയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മയോടാണ് സമ്മതം ചോദിച്ചുകൊണ്ട് ഈ ഖബറൊന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നു. അവരിപ്പുറത്ത് കർട്ടനിന്റെ പുറത്ത് താമസിക്കുന്നു. ആ കർട്ടൻ അങ്ങ് നീക്കി കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ 3 ഖബറുകളും കണ്ടപ്പോ അത് ഭൂമിയിൽ നിന്നധികം ഉയർത്തപ്പെട്ട നിലക്കല്ല കണ്ടത്, ഭൂമിയോട് സമതരപ്പുമായിട്ടല്ല കണ്ടത്. അതിന്മേൽ ചുവന്ന ചരൽക്കല്ലുകൾ പാകിയിട്ടുണ്ട്. ആ ഖബറിനെ കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നഹ്വം മിൻ ശിബിരിൻ, ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർന്നിട്ടില്ല. ഇതാ മുസ്ലിമിന്റെ ഖബറ്. അത് തങ്ങളെ ഖബറാണെങ്കിൽ ഒരുപാട് പൊക്കാം, ഔലിയപ്പാപ്പയാണെങ്കിൽ ഒരുപാട് ഉയർത്താം എന്നൊക്കെ ആരാണ് പ്രിയപ്പെട്ട മുസ്ലിമെ പഠിപ്പിച്ചത്? മുത്ത മുസ്തഫയേക്കാൾ ലോകം കണ്ട ഒരു വലിയ നേതാവിന് ലോകത്ത് ജനിക്കാനുണ്ടോ? ജനിച്ചവരുടെ കൂട്ടത്തിലുണ്ടോ? ആ മുത്ത മുസ്തഫയുടെ ഖബറ് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പച്ചക്കുബ്ബ പിന്നെ എങ്ങനെ വന്നു? പച്ചക്കുബ്ബ പിന്നെ ആര് നിർമ്മിച്ചു? അതിന് നബി തങ്ങൾ ഉത്തരവാദിയല്ല, സഹാബത്ത് ഉത്തരവാദിയല്ല, നമ്മുടെ ഉമ്മമാര് ഉത്തരവാദികളല്ല, താബിഈങ്ങൾ ഉത്തരവാദികളല്ല, ഹനഫി ഇമാം ഉത്തരവാദിയല്ല, ശാഫി ഇമാം ഉത്തരവാദിയല്ല, മാലിക്കി ഇമാം ഉത്തരവാദിയല്ല, ഹംബലി ഇമാം ഉത്തരവാദിയല്ല. അവരുടെയൊക്കെ എത്രയോ കാലത്തിന്റെ ശേഷം അതാ പല ഭരണാധികാരികൾ മക്ക ഭരിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഹിജറ 678 അതുവരെ അവിടെ ഒരു കുബ്ബയുണ്ടായി ില്ല. ഹിജറ വർഷം ഇന്ന് 1446 എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഒരു 10-700 കൊല്ലത്തിന് മുമ്പ് ഹിജറ വർഷം 678 അതിന്മേൽ ആദ്യം കുബ്ബയുണ്ടാക്കുന്നത്. 700 ചുരുക്കി പറയാണ് ഞാൻ, ഹിജറ 765 അതൊന്ന് പുതുക്കി പണിതോ. പിന്നീട് ഹിജറ 1255 ഒരു 10-300 കൊല്ലത്തിന്റെ ഉള്ളിൽ ഇപ്പുറമായിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? അവിടെ വീണ്ടും പച്ച കുബ്ബയുണ്ടാക്കി. അതിന്റെ മുമ്പ് അവിടെ നീല കുബ്ബയായിരുന്നു. പിന്നീട് കുബ്ബത്തുൻ ഖദറ പച്ച കുബ്ബയാക്കി മാറ്റി. അതൊക്കെ പിന്നീടുണ്ടാക്കിയ നിർമ്മാണങ്ങളാണ്. ഇതിനൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രേഖയില്ല. ഇത് ഗൗരവത്തോടെ പറയുന്നത് എന്തിനാണെന്നാൽ, മദീനത്ത് കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറും എത്രയാണ് അതിന്റെ ഉയരം എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിനും ഉംറക്കുമൊക്കെ കൊണ്ടുപോകുന്നവരോട് അതാ ഗ്രിൽസിന്റെ ഉള്ളിലൂടെ നോക്കിക്കോ, എത്ര ഉയരത്തിലാ മുത്തുനബിയുടെ ജാറമുള്ളത് കണ്ടില്ലേ, പട്ടുമൂടിയിരിക്കുന്നത്. ഇതല്ലേ ഞങ്ങളും ചെയ്യുന്നത് എന്ന് ന്യായീകരണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആരുടെ ഖബറാണെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തുന്നത് ഗൗരവമായി ഇസ്ലാം വിരോധിച്ച കാര്യമാണ്.
എന്നിട്ടല്ലേ അതിന് പെയിന്റ് അടിക്കലും പട്ടുമൂടലും വിളക്ക് കൊളുത്തലും, അതിനെ തൊടുന്നു, തടവുന്നു, മുത്തുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്. എത്രയാണ് വിശദീകരിക്കാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ പൂവിതറുകയാണ്, മയിൽപ്പീലിയാണ്, പലതുമാണ്, സങ്കടം പറയുകയാണ്, അവിടെ രാത്രി പോയി താമസിക്കുകയാണ്, എത്തിക്കാഫിരിക്കുകയാണ്, വിളിച്ച് തേടുകയാണ്, അവരോട് സങ്കടം പറയുകയാണ്, നേർച്ച നേരുകയാണ്, ഇതിന്റെ മുമ്പിൽ സുജൂദിന്റെ കോലത്തിൽ കിടക്കുകയാണ്, സുജൂദ് ചെയ്യുകയാണ്, മുത്തമിടുകയാണ്, അവരെ എണ്ണയെടുത്തുകൊണ്ട് ശരീരത്തിൽ തടവുകയാണ്, കൊടിയെടുത്ത് ഒഴിയുകയാണ്. സന്താനത്തെ കിട്ടണം, കിട്ടിയതൊക്കെ പെൺമക്കളാണ്, ആൺമക്കൾ വേണം. ചിലർക്ക് മുഴുവൻ ആൺമക്കളാണ്, ഒരു പെൺതരി വേണം. ചിലർക്ക് വിസ വേണം, ജോലി വേണം. ചിലർക്ക് വിവാഹം വേഗം നടത്തണം, ചിലർക്ക് വിവാഹം തെറ്റിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജാറങ്ങളും ദർഗകളും മഖാമുകളും കയറുന്ന സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല. ഇതൊക്കെ ഇസ്ലാമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പല ആളുകളും പുറത്തുനിന്ന് ഇസ്ലാം ഇതാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഇസ്ലാമല്ല ജനങ്ങളെ. ഇസ്ലാം എന്താണെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ധാരാളമായി ഇന്ന് ആളുകൾ ചെയ്യുന്നത്. ഒരു വീടെടുക്കാൻ ആളുകൾക്ക് പേടിയാണ്, ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പേടിയാണ്. കാരണം വീടെടുക്കുമ്പോ അവിടെ കന്നിമൂല നോക്കണമെന്ന് പറയുന്നു, വാസ്തുദേവൻ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു, വാസ്തുശാസ്ത്രം നോക്കണമെന്ന് പറയുന്നു, അവിടെ സൂത്രധാരയുണ്ട്, ശൈത്താന്റെ പോക്കുവരവുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു തുളയുണ്ടാക്കണം, ഒരു ചുമരില്ലെന്ന് മറ്റേ ചുമരിലേക്ക്. അതേപോലെ അടുപ്പ് ഇന്ന ഭാഗത്ത് പറ്റൂല, ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അടുപ്പുണ്ടായാൽ അവിടെ താമസിക്കുന്ന പെണ്ണുങ്ങൾക്കും വീട്ടുകാർക്കും രോഗം വിട്ടുമാറൂല. കിണർ ഇന്ന ഭാഗത്ത് പറ്റൂല, ടോയ്ലറ്റ് ഇന്ന ഭാഗത്ത് പറ്റൂല, ബെഡ്റൂം ഇന്ന ഭാഗത്ത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചെടുത്തിട്ടുള്ള വീടുകൾ തല്ലിപ്പൊളിക്കാൻ വേണ്ടി ചില തങ്ങന്മാര് വടികളുമായിട്ട് ഇറങ്ങിയിട്ട് അവിടെ കൊട്ടിയിട്ട് പറയും, ഇത് പൊളിക്കണം, ഇത് നീക്കണം, അവിടെ ശരിയല്ല, ഇവിടെ പോക്ക് വരവുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യന്റെ വിയർപ്പും അധ്വാനവും അവന്റെ പണവും പോക്കറ്റടിക്കുന്ന ഈ രൂപത്തിലുള്ള ആളുകൾ ഇസ്ലാമല്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല. മറിച്ച് നമ്മുടെ വീടകം ശൈത്താനിന്റെ കേന്ദ്രമായി മാറാതിരിക്കാൻ അവിടെ ഖുർആൻ ഓതണം. വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലണം. അത് കുടുംബനാഥം മാത്രം ചൊല്ലിയാ പോരാ. വീട്ടിൽ താമസിക്കുന്നവർക്ക് പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ, വീട് ഭവനം എല്ലാ വിധത്തിലുള്ള പൈശാചിക ശല്യങ്ങളിൽ നിന്നും മുക്തമാവാൻ അതിലെ ഓരോ മെമ്പറും ശ്രദ്ധിച്ചാലേ നടക്കൂ. ഞാൻ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ഭാര്യ ശ്രദ്ധിക്കണം, മക്കൾ ശ്രദ്ധിക്കണം, വീട്ടിൽ കയറുന്നവരൊക്കെ ശ്രദ്ധിക്കണം. എന്താ വേണ്ടത്? ബിസ്മി ചൊല്ലിയിട്ടേ കയറാവൂ. ബിസ്മി അല്ലാതെ വീട്ടിലേക്ക് ഒരാൾ കയറിയാൽ ഞാൻ ബിസ്മിയൊല്ലിയ ശൈത്താൻ പുറത്താണ്, ഞാൻ ബിസ്മിയൊല്ലിയ ശൈത്താൻ പുറത്താണ്. പക്ഷേ അതാ രണ്ടാമത് കയറി വരുന്നു വേറൊരാള്, അയാൾ ബിസ്മിയൊല്ലിയില്ല, ശൈത്താന് പ്രവേശനമുണ്ട്. അപ്പൊ കുടുംബങ്ങൾ ഇത് കുടുംബ സദസ്സാണ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലാതെ കയറരുത്, എല്ലാ അംഗങ്ങളും അത് ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ കഴിച്ചാൽ കൂടെ ശൈത്താനും പങ്കുപറ്റുന്നുണ്ട്. അവിടെ ലഹളകളുണ്ടാകും, ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ സുഖമുണ്ടാവില്ല, എപ്പോഴും പോരാണ്, ബെഡ്റൂമിൽ ഇണക്കമില്ല, സ്നേഹമില്ല, പാപ്പയും മക്കളും തമ്മിൽ എപ്പോഴും വഴക്കാണ്, കുടുംബങ്ങളിൽ സ്നേഹമില്ല, ഭദ്രതയില്ല. അമ്മായി അമ്മക്ക് മരുമകളെ കണ്ടുകൂടാ, മരുമകൾക്ക് അമ്മായി അമ്മയെ കണ്ടുകൂടാ. നാത്തൂൻ പോര് നടക്കുകയാണ്, ചക്കളത്തിപ്പോര് നടക്കുകയാണ്, ഇളയച്ചി മൂത്തച്ചി തർക്കം നടക്കുകയാണ്, ജ്യേഷ്ഠാനുജന്മാര് പരസ്പരം തല്ലിപ്പിരിയുകയാണ്. എന്തേ പ്രശ്നം? അവിടെ പിശാചിന്റെ വളതിലമാകാൻ കാരണക്കാരായിക്കൊണ്ട് നമ്മൾ അള്ളാന്റെ കലാം അവിടെ പാരായണം ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഇല്ലാതായി. അൽ ബഖറ സൂറത്ത് ഓതണേ, നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണേ. ഖുർആൻ ഓതുന്ന വീടുകളാവണം, അവിടെ ശൈത്താന് പ്രവേശനമുണ്ടാവില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ആണുങ്ങളൊക്കെ ജമാഅത്തിന് പള്ളിയിൽ പോയാലും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റിവെക്കണം. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ നിസ്കാരം കാണാൻ കഴിയുന്നു, സുന്നത്തുകൾ പഠിപ്പിക്കാൻ പറ്റുന്നു. നമ്മുടെ വീട്ടിലതാ റബ്ബിന് ഇഷ്ടമില്ലാത്തത് പ്രദർശിപ്പിക്കരുത്. അവിടെ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോയോ അഴിഞ്ഞാട്ടക്കാരികളായ പെണ്ണുങ്ങളുടെ പാട്ടും കൂത്തും ഡാൻസുകളുമോ നമ്മുടെ വീടുകളിൽ ഉണ്ടാവല്ലേ. കാരണം ശൈത്താന്റെ വളനിലമായി നമ്മുടെ വീടുകൾ മാറും.
മറിച്ച് ഒരു വീടിന്റെ സമാധാനം എന്ന് പറയുന്നത് അവിടെയുള്ള ഫർണിച്ചറുകൾ നോക്കിയിട്ടല്ല, വീട്ടിലെ അലങ്കാരങ്ങൾ നോക്കിയിട്ടല്ല. ഒരു വീട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്നവരുടെ ഈമാനാണ് ഭംഗി. നമ്മൾ അല്ലാഹുവോട് തേടണം, അല്ലാഹുമ്മ ഹബ്ബിബി ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖൽബി വകരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. റബ്ബേ, എനിക്ക് ഈമാനിനോട് നല്ല ഇഷ്ടമുണ്ടാകണം, എൻ്റെ ഹൃദയം ഈമാൻ കൊണ്ട് അലങ്കരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാകരുത്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലും ഉണ്ടാകരുത്. വിവാഹമങ്ങ് വന്നു കഴിയുമ്പോ പാപ്പയും ഉമ്മയും ഒക്കെ ചേർന്ന് കൊടുത്തുകൊണ്ട് ഡാൻസ് ആടുന്ന കോലത്തിലേക്ക് വരെ എത്തി. മക്കളുടെ വിവാഹമാണ്, പാപ്പയും ഉമ്മയുമാണ് ഇപ്പൊ ഡാൻസ് ആടുന്നത്. കുടുംബത്തിലതാ എല്ലാ നിലക്കും തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. മെഹന്തി കല്യാണമെന്നും ഹൽദി കല്യാണമെന്നും മൈലാഞ്ചി കല്യാണമെന്നും. എത്ര ദിവസമാണ് പ്രിയപ്പെട്ടവരെ വീടുകളിൽ കല്യാണം, എന്തെല്ലാം പേക്കൂത്തുകളാ കാണിക്കുന്നത്. നമ്മുടെ മകൾക്കൊരു പുതിയ ആപ്പിള കിട്ടിയതാണ്, മകനൊരു പുതുവെണ്ണിനെ കിട്ടിയതാണ്. റബ്ബിനോട് നന്ദി കാണിക്കേണ്ട ദിവസം. റബ്ബിന്റെ നിയമങ്ങളേതാ? അള്ള പറഞ്ഞില്ലേ, എൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവര് പരലോകത്ത് വരുമ്പോ കൈകടിക്കുമെന്ന് പറഞ്ഞില്ലേ? ഉമ്മാപ്പങ്ങളെ, നിങ്ങൾക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ? നിങ്ങളുടെ മകള് പുതിയോട്ടിയായി പുതുവണ്ണായി വീട്ടിൽ നിന്നിറങ്ങുന്ന കോലം ആരെ സന്തോഷിപ്പിക്കാനാണ്? മലക്കുകൾ ഇഷ്ടപ്പെടുമോ? നമ്മുടെയൊക്കെ കൂടെ മലക്കുകളില്ലേ മുന്നിലും പിന്നിലും? ആ മലക്കുകൾക്ക് സന്തോഷമാകുമോ? അള്ളാഹു കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? എന്തിനാണ് ഈ ആടുന്നത്, എന്തിനാണ് ഈ പാടുന്നത്? വിവാഹത്തിന്റെ മണ്ഡപത്തിൽ സ്റ്റേജിലതാ പ്രദർശിപ്പിക്കുകയാണ്, ആടയാഭരണങ്ങൾ അണിയിച്ചുകൊണ്ട്, അതേ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് പെണ്ണിനെ ഇരുത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെയുള്ള ഓഡിറ്റോറിയത്തിൽ കൂടിയിട്ടുണ്ട്. അവരുടെ മുമ്പിലതാ ആണും പെണ്ണും ഇടകലർന്ന് നിന്നുകൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവളെ ഇങ്ങനെ പല്ലക്കിൽ ഏറ്റിക്കൊണ്ടുവരുന്നു. വല്ല രൂപത്തിൽ 4 കാലും പിടിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ തുള്ളിച്ചാടി അവളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. ഭർത്താവ് അവളുടെ മുഖത്ത് നിന്ന് കർട്ടനൊന്നു നീക്കി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, കൈ കൊടുക്കുന്നു, പഴം തീറ്റിക്കുന്നു, പാല് കൊടുക്കുന്നു, ചോക്ലേറ്റ് നൽകുന്നു. പരസ്യമായി അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഉമ്മയെ പ്രദർശിപ്പിക്കാൻ ആരാണ് സഹോദര നമുക്ക് അനുവാദം തന്നത്? ഖബറിൽ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഇതിനെ പ്രോത്സാഹിപ്പിച്ച ഈവന്റ് മാനേജ്മെന്റുകൾ ഉണ്ടാകുമോ? വെഡിങ് കമ്മിറ്റികൾ ഉണ്ടാകുമോ? മക്കളുണ്ടാകുമോ? മരുമക്കൾ ഉണ്ടാകുമോ? അയൽക്കാരുണ്ടാകുമോ? അളിയാക്കയുണ്ടാകുമോ? നാത്തൂന്മാരുണ്ടാകുമോ? അമ്മോശനുണ്ടാകുമോ? എളിയ ഉണ്ടാകുമോ? അയൽക്കാരുണ്ടാകുമോ? ഇതൊന്നും നടത്താതെ നിന്റെ കല്യാണം എന്ത് കല്യാണമാണടാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്ത പേക്കൂത്തുകളുടെ വേദിയായി വിവാഹത്തിന്റെ വേദികളെ മാറ്റിയാൽ എന്തിനാ പ്രിയപ്പെട്ടവരെ? നിസ്കരിക്കുമ്പോ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം അള്ളാന്റെ പൊരുത്തത്തിനാണ്, എൻ്റെ എല്ലാ കർമ്മങ്ങളും അള്ളാന്റെ പൊരുത്തത്തിനാണ്. എൻ്റെ ജീവിതത്തിൽ റബ്ബേ നിനക്ക് പൊരുത്തല്ലാത്തത് ഞാൻ ചെയ്യൂല, ഇനി മരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് വെറുതെ കൈകെട്ടിയിട്ട് 5 നേരം എന്തിനാ റബ്ബിനോട് പറയുന്നത്? റബ്ബിന് പൊരുത്തല്ലാത്ത കാര്യം നമ്മുടെ മോന്റെ കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് മാലോകരുടെ പേര് കിട്ടാനും പ്രശസ്തി കിട്ടാനും അഭിമാനത്തിനും വേണ്ടിയിട്ട് പണം ദൂർത്തിട്ടടിക്കുമ്പോ പരലോക കോടതിയിൽ ഒരു ചോദ്യമില്ലേ? എവിടുന്നാടോ നിനക്ക് പണം കിട്ടിയത്? എങ്ങോട്ടാടോ നീ ചെലവഴിച്ചത്? എന്നിട്ട് കുടുംബനാഥം മാറി നിൽക്കാണ്. അതൊന്നും ഞാൻ ഉത്തരവാദിയല്ല, കുട്ടികളാ ചെയ്യുന്നതെന്ന്. അത് പറഞ്ഞ് നിങ്ങൾക്ക് ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുമോ? നരകത്തിൽ എൻ്റെ കുട്ടികൾ ചെയ്തതാണ്, എന്നെ നരകത്തിലിടല്ലേ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ ബാപ്പയാണ്, നിങ്ങൾ ഉമ്മയാണ്, നിങ്ങൾ കാരണവരാണ്. അവിടെയാണ് കാരണവര് ചമയേണ്ടത്, അവിടെയാണ് ബാപ്പയുടെ നട്ടെല്ല് വേണ്ടത്, അവിടെയാണ് ഉമ്മയുടെ തറവാടിത്തം കാണിക്കേണ്ടത്. റബ്ബിനിഷ്ടമില്ലാത്തത് എൻ്റെ വീട്ടിലുണ്ടാകൂല എന്ന് തീരുമാനിക്കണം. ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂർ പ്രവാസികളോട് മാത്രമല്ല, ശബ്ദം ശ്രവിക്കുന്നവരോട് മുഴുവനും ഒരു വസിയത്തായി പറയട്ടെ. ഒരു മകൻ, ഒരു മകൾ, അതുപോലെ തന്നെ വിവാഹത്തിന്റെ ദിവസമായാൽ നമ്മൾ ഇരുകൂട്ടരും, ആൺ വീട്ടുകാരും പെൺ വീട്ടുകാരും ഒരു മീറ്റിംഗ് കൂടണം, ശൂറ കൂടണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കല്യാണത്തിന് എന്തൊക്കെ വേണം വേണ്ട എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്.
അത് ഈവന്റ് മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുക്കരുത്, വെഡിങ് മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുക്കരുത്. മുസ്ലിമാണോ നിങ്ങൾ? നിങ്ങൾ തീരുമാനിക്ക്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കും, മോനെ നമുക്ക് മരിച്ചു പോകണം, ഖബർ കിടക്കണം. എൻ്റെ ഖബറിൽ നിങ്ങളുമില്ല, നിങ്ങളെ ഖബറിൽ ഞാനുമില്ല. നമ്മളൊക്കെ ഒറ്റക്കൊറ്റക്ക് അള്ളാഹിന്റെ ഹിസാബിനെ, വിചാരണയെ നേരിടേണ്ടി വരണം. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മുടെ കല്യാണത്തിന് വേണ്ട, ഹലാലൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ട് കുടുംബങ്ങളും ഒരു തീരുമാനത്തിലെത്തിയിട്ടേ നിങ്ങൾ വിവാഹം നടത്താവൂ. പണം ധൂർത്തടിച്ചു പൊങ്ങച്ചം കാണിച്ചാൽ റബ്ബ് വിടുമെന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ തന്നെ കൊറോണയുടെ കാലത്ത് നമ്മൾ പലതും അനുഭവിച്ചവരാണ്. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചു ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞു. ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ആ പൊന്നുമോന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും, അവർക്ക് ആശ്വാസം നൽകട്ടെ. പലരും രോഗത്തിന്റെ ഭീതിയിലാണ്, പകർച്ചവ്യാധിയുടെ ഭയത്തിലാണ്. റബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളെ ഇനിയും വെല്ലുവിളിക്കാനാണോ നമ്മുടെ ഭാവം? എത്ര കോടികളും ലക്ഷങ്ങളുമാണ് സഹോദരാ നമ്മൾ ഓരോ കാര്യങ്ങളായി കൊണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഉപ്പാന്റെ വീട്ടിലേക്ക് കല്യാണം അറിയിക്കാൻ പോവുകയാണത്രേ എന്നും പറഞ്ഞിട്ട് ഒരു ഇറക്കമിറങ്ങുന്നുണ്ട്. പെണ്ണുങ്ങൾ തുള്ളിച്ചാടിയിട്ട് ഡാൻസ് കളിച്ചിട്ട് വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് അതാ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടെയും ചില പെണ്ണുങ്ങൾ ആടിത്തിമർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെ സന്തോഷിപ്പിക്കാനാ? നിങ്ങൾ ആരെയാ വെല്ലുവിളിക്കുന്നത്? ഇതൊക്കെ പറയുന്ന മൗലവിമാരോട് നിങ്ങൾക്ക് പുച്ഛമായിരിക്കാം. നിങ്ങൾ പുച്ഛിച്ചോ, നിങ്ങൾ പരിഹസിച്ചോ. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇതൊക്കെ പറയേണ്ട സമയത്ത് ഞങ്ങൾക്കാകുന്ന വിധത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനിക്കാൻ മുസ്ലിമേ, എനിക്കും നിങ്ങൾക്കും ആ ഭയമുണ്ടെങ്കിലാണ് ഈ പറയുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യമാണ്, ലോകമാണ്, ആർക്കും എന്തും ചെയ്യാം. ഇവിടെ ആരും ഒന്നിനും എതിർക്കാൻ വരുന്നില്ല. പക്ഷേ മരിച്ചു പോകണ്ടേ? മരണപ്പെട്ട് ഖബറിൽ ഒറ്റക്ക് കിടക്കണ്ടേ? അവിടെ ആരാ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചവർ? ഉത്തരം ചെയ്യാൻ വരുമോ? ബാപ്പയെ കാണുമ്പോ അതേ മക്കള് അള്ളാഹിനോട് പറയാണ്, അള്ളാ എൻ്റെ ബാപ്പയാണ് പോണുന്നത്, ഉമ്മയാണ് പോകുന്നത്, എനിക്ക് ദീന് പറഞ്ഞു തരേണ്ട സമയത്ത് എന്നോട് പറഞ്ഞു തന്നില്ല. ഞാൻ പിഴക്കാൻ കാരണക്കാരായവരെ എനിക്കൊന്ന് കാണിച്ചതാ, അവരെ പിടിച്ചു നരകത്തിലിട്ടോ, എന്നിട്ടെങ്കിലും എന്നെ രക്ഷിക്ക്. ബാപ്പാക്ക് മക്കള് വേണ്ട, മക്കൾക്ക് ബാപ്പയെ വേണ്ട, ഭാര്യക്ക് ഭർത്താവ് വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട. ആയത്തൊക്കെ നിങ്ങൾക്കൊക്കെ ഹിഫ്ളുള്ള സൂറത്തിലല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. എല്ലാവരും നഫ്സി നഫ്സി. ആരെയും എടുത്തോ, എല്ലാരെയും കൂടി നരകത്തിലിട്ടോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഭൂമി മുഴുവൻ തരാം, അത്ര തന്നെ ഇരട്ടി ഇനിയും തരാം, എന്തും തരാമല്ല, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോന്ന് കരഞ്ഞ് അട്ടഹസിക്കുന്ന പരലോകത്ത് പേടിയുണ്ടോ? എങ്കിലാണ് ഈ പറയുന്നത്. ഈ കല്യാണ തോന്നിവാസങ്ങൾ നിർത്തിവെച്ചോ. മുസ്തഫ പഠിപ്പിച്ച നിലക്കുള്ള ഇസ്ലാമികമായ വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തോ. 5 നേരത്തെ നിസ്കാരം പോലും അന്നത്തെ ദിവസമില്ല, മറ്റു ദിവസങ്ങളിലുമില്ല. സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. നിസ്കാരത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ നിർബന്ധമല്ലേ? ഭയഭക്തി നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാകാറുണ്ടോ? ആ വിഷയത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മതയുള്ള മുഹാഫദത്തുണ്ടോ? നിത്യവും നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? സുബഹി പോലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയില്ലേ? രാവേറെ ചെന്ന് കടകളൊക്കെ പൂട്ടിയിട്ട് ബിസിനസ് കഴിഞ്ഞ് വീട്ടിലെത്തി തളർന്നുറങ്ങുമ്പോ സുബഹിക്ക് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നുവെങ്കിൽ, ഓ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ, രാത്രി ഉറക്കമിളച്ചുകൊണ്ടും പലതും കണ്ട് ആസ്വദിച്ചുകൊണ്ട് രാവേറെ ചെന്ന് വൈകിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് സുബഹിക്ക് എഴുന്നേൽക്കാതെ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യ വിചാരണ നടക്കുക 5 നേരത്തെ നിസ്കാരമാണ്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമ്പത്ത് ശുദ്ധിയാക്കണം. പലിശയോട് മനഃപൂർവ്വം നമ്മൾ അടുക്കരുത്. വളരെ ഗതിയില്ലാതെ വരുമ്പോഴേ ലോൺ എടുക്കാവൂ, ലോൺ എടുക്കരുത്. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, അത് വളരെ ഗുരുതരമായ കാര്യമാണ്. വിശദീകരിക്കാനുണ്ട്, പിന്നീട് നമുക്ക് പറയാം. പല വിധത്തിലും നമ്മൾ പലിശയോട് തന്നെ
ഇത്ര വലിയ രൂപത്തിലുള്ളവർ അകലം പാലിക്കാതെ പലപ്പോഴും അതൊക്കെ നിസ്സാരമായി നമ്മൾ കാണുന്നുണ്ടോ? ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം, കച്ചവടക്കാരാണ്. പലപ്പോഴും പ്രവാസികളിൽ പലരും പല ജോലിക്കാരുണ്ടാകും, കച്ചവടക്കാരുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വിളിയാണ്, യാ മഅ്ശറ തുജ്ജാർ, ഓ ബിസിനസ്സുകാരേ. നബിതങ്ങൾ വിളിക്കുകയാണ് മദീനത്ത് ഇറങ്ങിയിട്ട്. എന്താ സംഭവിച്ചത്? അള്ളാഹിന്റെ റസൂലിന്റെ വിളി കേട്ടപ്പോൾ എല്ലാവരും കഴുത്തുപൊക്കി നോക്കുകയാണ്, കണ്ണ് റസൂലുള്ളാഹിയിലേക്ക് തിരിക്കുകയാണ്. എന്തിനാ മുത്ത് മുസ്തഫ വിളിക്കുന്നത്? കച്ചവടക്കാരേ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും എന്തോ നബിക്ക് ഞങ്ങളോട് പറയാനുണ്ട്. ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറയാണ്, കച്ചവടക്കാരേ, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ. എല്ലാ കച്ചവടക്കാരും മഹ്ശറിൽ തെമ്മാടികളായിട്ടാണ് വരിക കേട്ടോ. കച്ചവടക്കാര് തെമ്മാടികളുടെ കൂട്ടത്തിലാണ് വരുന്നത്. എല്ലാ കച്ചവടക്കാരുമല്ല, ഇല്ലാ മനിത്തഖല്ലാ, അള്ളാനെ പേടിച്ച് കച്ചവടം ചെയ്ത കച്ചവടക്കാരൻ ഒഴികെ, വബറ, നന്മ ചെയ്ത കച്ചവടക്കാരൻ ഒഴികെ, വസദഖ, സത്യം മാത്രം പറഞ്ഞ് നുണ പറയാതെ കച്ചവടം ചെയ്തവനൊഴികെ. അല്ലാത്ത കച്ചവടക്കാരുടെയൊക്കെ കാര്യം വലിയ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്ക് പണം എവിടെ നിന്നും എങ്ങനെയും ഉണ്ടാക്കാമെന്ന നിയമമില്ല. എവിടെ നിന്ന് വരുന്നു എന്നത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങോട്ടാ പോകുന്നത്. പരലോക കോടതിയിൽ ചോദ്യമുണ്ട് എല്ലാവരോടും. 5 പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണ് നിന്റെ ഇൻകം വന്നത്? ചെലവഴിച്ചോ? എങ്ങോട്ടാ ചെലവഴിച്ചത്? അത് റബ്ബിന്റെ കോടതിയിൽ ഞാൻ എൻ്റെ കാര്യം ബോധിപ്പിക്കണം. എൻ്റെ മക്കള് വക്കാലത്ത് ഏൽക്കൂല, മക്കളെ കാര്യം ബാപ്പ ഏൽക്കൂല. ആഭരണത്തിന്റെ സക്കാത്ത് കൊടുക്കാത്ത ഉമ്മാപ്പങ്ങളെ, നിങ്ങളുടെ കാര്യം ഭർത്താവ് ഏൽക്കൂല. അതേ, ആരുടെ കാര്യവും ആരും അവിടെ ഏറ്റെടുക്കൂല. ആരെയും വേണമെങ്കിൽ നീ നരകത്തിലെറിഞ്ഞോ, എന്നെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് വിലപിക്കുന്ന ലോകമാണ് മഹ്ശർ. ആ ബോധത്തോടുകൂടെ ജീവിച്ചാലല്ലാതെ നമുക്ക് രക്ഷയില്ലെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് എന്ന കാര്യം നമുക്ക് ഓർമ്മ വേണം. അതിന് നമ്മുടെ മരണം നന്നാവണം. മരണം നന്നാവണോ? എന്ത് വേണം? ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. സുമ്മസ്തഖാമു, പിന്നെ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കൂടി വേണം. എൻ്റെ റബ്ബ് അള്ളയെന്ന് ഞാൻ പറയാ, പിന്നെ തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെ തോന്നല്ല. എൻ്റെ റബ്ബ് അള്ളയാണ് പ്രഖ്യാപിച്ചു. ഇനി ആ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യൂല. ആണാവട്ടെ പെണ്ണാവട്ടെ, എൻ്റെ എല്ലാം ഇനി അങ്ങനെയായിരിക്കും. അങ്ങനെ ജീവിച്ച ആളുകൾ മരിക്കുന്ന നേരത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ അടുക്കൽ ഇങ്ങനെ വരികയാണ്. മണവാളനെ കൂട്ടിക്കൊണ്ടു പോകാൻ, മണവാട്ടിയെ കൊണ്ടുപോകാൻ. അതേ, തേട്ടക്കാര് വരുന്നത് പോലെ, പുതുമണവാളനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകും പോലെ അള്ളാഹുവിന്റെ മലക്കുകൾ അതാ മുഅ്മിനിന്റെ റൂഹ് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നു. സ്വർഗീയ കാഴ്ചകൾ കാണുന്നു, സ്വർഗത്തിന്റെ വിഭവങ്ങൾ കാണുന്നു, സന്തോഷത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു. പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സ്വർഗത്തിലേക്ക് കൂട്ടാനാ ഞങ്ങൾ വന്നതെന്ന് മലക്കുകൾ അവരോട് പറയുന്നു. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അങ്ങനെ മരിക്കാൻ കഴിയട്ടെ. അതേ അവസരത്തിൽ അള്ളാഹ്ന്നൊക്കെ പറഞ്ഞു, എനിക്ക് അള്ളാഹിനെ പേടിയാ, പരലോകം പേടിയാ, ഞാനെനിക്ക് റസൂലിലൊക്കെ വിശ്വാസമുണ്ട് എന്ന് തൊള്ളപടായി പറഞ്ഞ് താൻ തോന്നിയായി ജീവിച്ചു. ഒരു നിയമവും ഇസ്ലാമിൻ്റെത് പാലിച്ചില്ല. എൻ്റെ ഇഷ്ടം ചോദിക്കാൻ ആരാടാ നിങ്ങൾ? ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ചോദിക്കാൻ നീ ആരടാ എന്ന അഹങ്കാരത്തിന്റെ നകളിപ്പിന്റെ വാക്ക് പറഞ്ഞവൻ മരിക്കുമ്പോ അവന്റെ അടുക്കലതാ മലായിക്കത്തുകൾ ഹാജരാകുന്നുണ്ട്. റഹ്മത്തിന്റെ മലക്കുകളല്ല, ശിക്ഷയുടെ മലക്കുകളാണ്. അവന്റെ മുഖത്തടിക്കുന്നു, പുറത്തടിക്കുന്നു, അവന്റെ വയറിനടിക്കുന്നു. ഇറങ്ങടാ പുറത്തേക്കെന്ന് പറഞ്ഞ് ജഹന്നമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആരാ മരിക്കുന്ന നേരത്ത്? ആരാ നമ്മുടെ രക്ഷക്കുണ്ടാവുക? നമ്മളെ ഈ തോന്നിയാസത്തിനൊക്കെ പ്രേരിപ്പിച്ച കൂട്ടുകാരുണ്ടാകുമോ? നമ്മുടെ കമ്പനി ഉണ്ടോ? ഗ്രൂപ്പുകാരുണ്ടോ? ഇതിനൊക്കെ വേണ്ടി നകളിപ്പുണ്ട ന്യൂ ജനറേഷൻ ഉണ്ടോ?
ആരാ ഉള്ളത്? ആരാ ഖബറില്? ആരാ മരിക്കുന്ന നേരത്തുള്ളത്? നമ്മൾ ഒറ്റക്കല്ലേ? അവരൊക്കെ പിരിഞ്ഞ് മണ്ണും തട്ടി പോന്നില്ലേ? മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ അമല് കൂട്ടിനുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? നമ്മൾ മരിച്ചാലും നമുക്ക് കിട്ടുന്ന അമലാണ് നമ്മുടെ മക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്. അതേ, നമ്മളവരെ അങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെയൊക്കെ കൂലി നമുക്കും കിട്ടുകയാണ്, അവർക്കൊട്ടും കുറയാതെ. അവർ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം അല്ലാഹു ഉത്തരം കൊടുക്കുകയാണ്. കാരണം നമ്മൾ വളർത്തിയ മക്കളാണ്. വലതുൻ സാലിഹുൻ യദഉ ലഹു, അപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകന്, ഒരു മകള്, അങ്ങനത്തെ ഒരു മകനും മകളുമാണോ നമുക്കുള്ളത്? അതിന് മാത്രം നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ കോച്ചിങ് കൊടുത്തിട്ടുണ്ടോ? ആ നിലക്കാണോ നമ്മുടെ മക്കൾ മദ്രസാ തലം തൊട്ട് പഠിക്കുന്നുണ്ടോ? അവർക്ക് അല്ലാഹനെ അറിയാമോ? റസൂലുള്ളാഹിനെ അറിയാമോ? നബിമാരുടെ പേരറിയാമോ? അവരുടെ ചരിത്രം അറിയാമോ? സുന്നത്തുകൾ അറിയാമോ? ബിദ്അത്തുകളെ കുറിച്ച് ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ടോ? ശിർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? മാതാപിതാക്കളോടുള്ള കടമ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? കല്യാണത്തിന്റെ തലേന്ന് മകളോട് പറഞ്ഞിട്ടുണ്ടോ, നീ ഒരു പുതിയാപ്പളിയുടെ അടുത്തേക്കാണ് പോകുന്നത്, കടമകൾ പറഞ്ഞു കൊടുത്തോ? മകന്റെ കല്യാണത്തിന്റെ മുമ്പ് ബാപ്പാ ഉമ്മ നിങ്ങൾ പറഞ്ഞോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അന്യ വീട്ടിലെ പെൺകുട്ടിയാ കടന്നു വരുന്നത്, വളരെ മാന്യമായി പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുത്തോ? നമ്മുടെ അയൽക്കാരോടുള്ള ബന്ധം പറഞ്ഞു കൊടുത്തോ? നാട്ടിൽ സ്വീകരിക്കേണ്ട ബന്ധം പറഞ്ഞോ? അയൽക്കാരൻ ഏത് ജാതിയോ മതമോ ആണെങ്കിലും എല്ലാവരോടും പാലിക്കേണ്ട കടമ നമ്മൾ പഠിപ്പിച്ചോ? അങ്ങനെ നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണോ നമ്മൾ മരിച്ചു പോകുന്നത്? ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം. ഇതിനാണ് നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിക്കണം, ഖുർആനുമായിട്ട് നിങ്ങൾ അടുക്കണം. ഇവിടെ ബാംഗ്ലൂരിൽ തന്നെയും 2-3 പള്ളികളുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വെള്ളിയാഴ്ചകൾ തോറും നിങ്ങൾക്ക് ഉപദേശങ്ങൾ ശ്രവിക്കുവാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഇവിടെ ബാംഗ്ലൂരിലുള്ള അതിൻ്റെതായ പ്രവർത്തകന്മാരുണ്ട്. മദ്രസകളുണ്ട്, ട്യൂഷൻ സെൻ്ററുകളുണ്ട്. നിങ്ങളും പഠിക്കണം, നിങ്ങളുടെ മക്കളും പഠിക്കണം. 24 മണിക്കൂറും നിങ്ങൾക്ക് ദീൻ കേൾക്കാവുന്ന, ഇതിനകം 5 ലക്ഷത്തോളം വരിക്കാര് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, ലോകത്തെവിടെയും ഓൺലൈൻ സൗകര്യത്തിലൂടെ കേൾക്കാവുന്ന പീസ് റേഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫോണുകളിൽ, സ്മാർട്ട് ഫോണുകളിൽ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? നിരന്തരം കേൾക്കൂ ഉമ്മമാരെ, ഉപ്പമാരെ. ദീന് പഠിക്കൂ, പഠിപ്പിക്കൂ. നമുക്ക് നല്ലവരായി മരിക്കണ്ടേ? അതല്ലേ നമ്മുടെ മോഹം, അതല്ലേ നമ്മുടെ തേട്ടം. തവഫനി മുസ്ലിമാ, റബ്ബേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നല്ലവരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ എനിക്ക് ചേരാൻ പറ്റണേ. ഈ ദുആ നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നവരും ദൂരെ നിന്ന് ശ്രവിച്ചവരുമായ എല്ലാവരോടും നിങ്ങൾ ഈ കൂട്ടായ്മയെ നിങ്ങൾ ശരിക്കും പഠിക്കണം, മനസ്സിലാക്കണം. ആ രൂപത്തിൽ നിങ്ങൾ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളുമൊക്കെ കൃത്യമായി അല്ല പൊരുത്തപ്പെടുന്നതാണോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിന് യോജിക്കുമോ ഇല്ലേ? ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. നാട്ടുകാരുടെ ഇഷ്ടമോ മറ്റുള്ളവരുടെ ഇഷ്ടമോ അല്ല. അള്ളാനെ വെറുപ്പിച്ചിട്ട് ലോകം മുഴുവൻ നമ്മെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യമാ ഉപ്പാ ഉമ്മ നമുക്കുള്ളത്? മറിച്ച് ലോകം മുഴുവൻ നമ്മെ വെറുത്തോട്ടെ, അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ? അതല്ലേ പരലോകത്ത് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ആ ഒരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടത്. മുഴുവൻ വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. നിങ്ങളൊക്കെയും തിരക്കുള്ളവരാണ്, കച്ചവടക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, പലരുമുണ്ട്. ചില സൂചനകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിശദമായ പഠനങ്ങൾ നിങ്ങൾ നടത്തിയിട്ട് ജീവിതത്തെ നന്നാക്കാൻ നിങ്ങൾ നോക്കണേ. ഈ പറഞ്ഞതെല്ലാം ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ എന്നോടാണ്, നാലാമതും നിങ്ങളോടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്കും നിങ്ങൾക്കും ഒരേ ബാധ്യതയാണ് അല്ലാഹുവിനോടുള്ളത്. അത് പാലിച്ചുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റം കുടുംബത്തിലുണ്ടാകും. ഉപ്പമാരെ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് കൈകെട്ടി നിൽക്കുന്നവരായി നിങ്ങൾ മാറരുത്. കുടുംബസമേതം
നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. അതിനു വേണ്ട കാര്യങ്ങളുടെ ചില സൂചനകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിശദ വിവരങ്ങൾ ഇനി നിങ്ങൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ രോഗികളായി പലയിടത്തുമുണ്ട്. അർഹമർ റഹീമീനായ റബ്ബ് എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഈ സദസ്സിലുണ്ടാകും. രോഗം കൊണ്ട് വലയുന്നവരുണ്ടാകും, കടക്കണിയിൽപ്പെട്ടവരുണ്ടാകും, ദാരിദ്ര്യമുള്ളവരുണ്ടാകും, മക്കളെ ഇതുവരെ വിവാഹം കഴിച്ചു പോകാത്തവരുണ്ടാകും, കുഞ്ഞിക്കാല് കാണാൻ കഴിയാത്ത ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത, ഒരുപക്ഷേ അങ്ങനെ അതിനുവേണ്ടി മോഹിക്കുന്ന എത്രയോ ആളുകളുണ്ടാകും. ഒരു വീടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ടാകും. നൂറുകൂട്ടം പ്രശ്നങ്ങൾ ദുന്യാവിൻ്റെത്. അതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? ഖബറിൽ രക്ഷപ്പെടുമോ? പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയോ? അതോ ജഹന്നമിലേക്ക് എടുത്തെറിയപ്പെടുമോ? ഇതൊക്കെ നമ്മുടെ പേടികളാണ്. നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ മരിച്ചുപോയ ആളുകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കാനും അവരുടെ ഖബറുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സന്തോഷം നൽകാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും മരണപ്പെട്ടവരെയും ഒന്നും നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മലക്കുകളുടെ നല്ല നല്ല സ്വാഗതമരുളലുകളും ആശീർവാദങ്ങളും കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തൗഫീക്ക് കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ, മഹാന്മാരിൽ, മഹദികളിൽ സാധുക്കളായി നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടായ്മയോട് നിങ്ങൾ കൂടുതൽ അടുക്കണം. ബാംഗ്ലൂരിൽ നിങ്ങൾക്കതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഇവിടെ നമ്മൾ ചെലവഴിച്ച സമയങ്ങളുമൊക്കെ നമ്മുടെ ഹസനത്തിൻ്റെ മീസാനിൽ അല്ലാഹു വലിയ തൂക്കം തൂങ്ങുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.